ഹല്ലേലൂയ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ നമ്മളോട് കൂടിയിരിക്കുന്ന കർത്താവ് ഇന്ന് ഭാരത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഒരു ഭാരവുമില്ല. ഇന്ന് സകല ഭാരത്തെയും നമുക്ക് വേണ്ടി ചുമന്നഴിച്ച യേശു നമ്മുടെ മധ്യയുള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ തിരുനാമത്തെ ഉയർത്തുവാൻ തയ്യാറായാൽ മതി. മറ്റെല്ലാ ചിന്തകളും വിട്ടുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തോടെ ഒന്ന് അടുത്ത് വരാം. ഉയർത്താൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ആ കർത്താവ് യേശു മാത്രമേ. ഈ മരുഭൂയാത്രയിൽ ഹാലലിയുന്ന പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, ചൂടേറിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിധൂണായി ഇസ്രായേലിനെ വഴി നടത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. മുഖത്തേക്ക് മാത്രം എൻ്റെ കണ്ണീരിനെ തുടച്ചു മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. ഇന്ന് കണ്ണീരോടായിരിക്കുന്നുവെങ്കിൽ ആ കണ്ണീരിനെ മാറ്റാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആ കർത്താവിനോട് അടുത്ത് വരാൻ സ്തോത്രം. രാജാവായി ഒരിക്കൽ വാനിൽ പണിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ അവനോട് കൂടെ വാഴുന്ന നാളുണ്ട്. ആ കർത്താവിനെ ആരാധിക്കുന്ന ദിവസമുള്ളതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ട് പാടുമ്പോൾ നമുക്ക് മഹത്വം കൊടുക്കേണ്ടവന് നമുക്ക് ഇന്ന് മഹത്വം കൊടുക്കാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കുന്നുണ്ട്. ആ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മതിയായവൻ എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദിരുമാം ജനമേ ഉറവിടമേ, അവനാദിരുമാം ജനമേ സ്നേഹത്തിൽ ഉറവിടമേ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, നായകൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, അതിശ്രേഷ്ഠനവൻ, സുഖനാം മന്ദിരാം നായകൻ. അവനെന്നും മതിയായവൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. യാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ കുറയുന്നില്ല. ഒരു യാത്രയാതി ഓരോ ദിവസവും പ്രതികൂലങ്ങൾ കൂടുമ്പോൾ
തുടച്ചിടുവേ. ദേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. രാജാവാനിൽ വെളിപ്പെടുമ്പോൾ അവനിടം പറന്നുയരാം. അവൻ രാജാവാനിൽ വെളിപ്പെടുമ്പോൾ അവനിടം പറന്നുയരാം. അവൻ രാജാവാനിൽ വെളിപ്പെടുമ്പോൾ അവനിടം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. യഹോവ നല്ലവനല്ലോ, അവൻ നല്ലവനോ എന്നേക്കുമുള്ളതെന്ന് അവനെ പാടി സ്തുതിക്കാൻ തയ്യാറായാൽ മതി. ഇന്ന് വിഷയത്തെ നോക്കണ്ട. മുന്നിൽ നിൽക്കുന്ന പല വിഷയങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് മറികടക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അതിനുമേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെയും സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവനാണല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ഉള്ളവൻ യഹോവയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്ന് വിശ്വസിക്കുന്നപ്പോൾ എൻ്റെ വിഷയത്തെക്കാളും വലിയവൻ എൻ്റെ ദൈവമാ. സ്തോത്രം. ആ നാമത്തെ ഉയർത്തിയ ഞാൻ വിഷയത്തെപ്പറ്റി ചിന്തിക്കേണ്ട. എൻ്റെ വിഷയത്തെ എൻ്റെ ദൈവം ഏറ്റെടുത്തിരിക്കും. ഹാലുയ. ഉയർത്താൻ കഴിയാവുന്നവൻ ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യഹോശബ്ദത്തിന് കടക്കുവാൻ കഴിയാത്ത ഒരു വിഷയത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. കടലിലെ മണത്തരികൾ പോലെ ശത്രു മുമ്പിൽ നിലനിൽക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴും സ്തോത്രം അവിടെ പറയുന്ന ഒരു ഉപവാസത്തിന് വേണ്ടി തയ്യാറായി. സ്തോത്രം. അവന് നേരെ ഏതൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന ഹസസുവൻ താമാരിലുണ്ട് എന്നറിയിച്ചു. ഇന്ന് ചില വിഷയങ്ങൾ മുമ്പിലുണ്ട്, അതെന്നെ തകർക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകാം. യഹോശഫത്ത് ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യപ്പെടും. വിഷയം വന്നപ്പോഴാണ് യഹോശഫത്ത് ദൈവത്തെ അന്വേഷിക്കുന്നത്. സ്തോത്രം. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് നമ്മൾ അറിയാത്ത മണ്ഡലങ്ങളിൽ ശത്രു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനുമേൽ ജയമെടുക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട്. അവർ യഹോശഫത്ത് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇന്ന് പകലിലും നമ്മുടെ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ മധ്യയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. സ്തോത്രം. അവിടെ യഹോശഫത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യത്തിലേക്ക് അടുത്ത് വരുന്നെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട. ഇന്ന് ദൈവത്തിന് മഹത്വം മാത്രം കൊടുത്താൽ മതി. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ മതി. പലപ്പോഴും നമ്മുടെ ആ വിഷയത്തെ നോക്കുമ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഇന്ന് വിഷയം എത്ര വലുതാണെന്ന് ചിന്തിച്ചാലും ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ മേൽ കടന്നു വരികയാണ്. അവിടെ ആ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുക. നമുക്കൊരു വിഷയം വരുമ്പം ദൈവം ആരിലൂടെയെങ്കിലുമൊക്കെ സംസാരിക്കും കേട്ടോ. സ്വതം കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരെ മധ്യ പരിശുദ്ധാത്മാവ് ഇടപെടും. ഇന്ന് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് നമ്മൾ ആരാധിക്കുന്നവർ. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവയുടെ രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയുമെങ്കിൽ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യഹോവ നമ്മോട് കൂടി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം എന്നോട് കൂടെ ആണെങ്കിൽ എൻ്റെ വിഷയം എന്നെ തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അത് മാത്രമാണ്
മാത്രമാണ് യഹോശഫത്തിന് കേൾക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. യഹോശഫത്ത് സാഷ്ടാംഗം മടങ്ങി ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ വീണ് ദൈവത്തെ നമസ്കരിക്കുകയാണ്. ദൈവത്തെ നമസ്കരിക്കുന്നവനെ, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ വിശുദ്ധിയോടെ കർത്താവിൻ്റെ സന്നിധിക്ക് അടുത്ത് വരുമ്പോൾ ആമേൻ അവിടെ പറയുന്നു, അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. അവിടെ അവൻ്റെ വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയനീയമുള്ളല്ലോ ആമേൻ ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാൻ യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവിടെ നമുക്കറിയാം കഥാവ് അതിനെതിരെ വന്നിരുന്ന ശത്രുവിൻ്റെ നേരെ ദൈവത്തിൻ്റെ ഘനം ചലിക്കാൻ തുടങ്ങി. ഇന്ന് ദൈവം നമുക്ക് എത്ര ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് ബൈബിളിലുടനീളം നോക്കിയാൽ നമുക്കറിയാൻ കാണും, എവിടെയെങ്കിലുമൊക്കെ ആരാധിക്കാൻ ഒരു സാഹചര്യം കിട്ടിയാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. സ്തോത്രം. ഞാനൊരിക്കലും ദൈവദാസം പറഞ്ഞു ഓർക്കുന്നു, ചെറിയ പ്രായത്തിൽ അന്നൊന്നും അധിക സമയമൊന്നും ആരാധനയൊന്നും ഇല്ല. ചില കൺവെൻഷനുകളൊക്കെ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ അവിടേക്ക് ഓടിച്ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ എപ്പോഴും കാത്തിരിക്കും. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പം അദ്ദേഹത്തിന് സ്തോത്രം അവിടെ വളം കടന്നു വേണം പോകാൻ. അവിടെ ചെല്ലുമ്പോൾ വള്ളമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്ലാസ്റ്റിക് കൊണ്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുത്തിൻ്റെ തലയെ വെച്ച് ഞാൻ നീന്തി അപ്പുറത്ത് കിടന്നിട്ട് അവിടെ പോയി ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. അങ്ങനെ വരുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ദൈവത്തെ ദാഹത്തോടെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു. അന്ന് പിന്നീട് കർത്താവിൻ്റെ കാര്യം അങ്ങനെ ദാഹത്തോടെ ചില വില കൊടുത്ത് വരുന്നവരുടെ മധ്യേ കർത്താവിന് വെളിപ്പെടാതിരിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് എന്ത് വിഷയമാണെങ്കിലും ദൈവം തന്ന നന്മകളെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദാവീദ് എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കാൻ കഴിയും, അവിടെയെല്ലാം ദാവീദ് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. മറ്റെല്ലാ സ്ഥലത്തും ദൈവത്തെ ആരാധിക്കുന്നവരുടെ മധ്യേ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ആരാധന ആലയത്തിൽ നിന്നും ദൈവ ശരീരത്തിലേക്ക് മാറ്റിയത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താലാണെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ, ഇന്നലെ ശരീരം കർത്താവിന് വിശുദ്ധ മന്ദിരമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഇതിനകത്തൊരു ആരാധന വെളിപ്പെട്ടാൽ പൈശാചിക ശക്തികൾ ഇളകി മാറുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറയാൻ ധാരാളം. ദൈവം എത്രയോ നന്മകൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ചിലതൊക്കെ ശൂന്യതകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതേ ഓർത്തൊന്ന് കഥാ നന്ദി പറയാം. ദൈവത്തിൻ്റെ കാലം ചലിക്കാൻ പോവുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. തമ്പേരൻ താളത്തോടെ കൈത്താള മേളത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധി ആത്മാവിലാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അതെവിടെയാണെങ്കിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെടുകയും ഒറ്റ കാര്യം ചെയ്യാൻ മതി. ഇന്ന് വിശ്വാസപരമായി എൻ്റെ ദൈവം നല്ലവനാ. എൻ്റെ ജീവിതത്തോടെ ഞാൻ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, ദൈവം അതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച ആ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. സ്തോത്രം. താളത്തോടെ കൈത്താളം മേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം താളത്തോടെ കൈത്താളം മേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം തമ്പേരും താളത്തോടെ കൈത്താളം മേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവിന് സ്തോത്രം ചെയ്യും. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അമ്പേരും താളത്തോടെ മേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. അമ്പേരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. സർവശക്തന് പാടി സ്തോത്രം ചെയ്വൻ. സർവശക്തന് പാടി സ്തോത്രം ചെയ്വൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സൃഷ്ടികർത്താവിന് സ്തോത്രം ചെയ്വൻ. സൃഷ്ടികർത്താവിന് സ്തോത്രം ചെയ്വൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ
പറയട്ടെ. എൻ്റെ പേര് ബേവിച്ചൻ എന്നാണ്. ഇവിടുന്ന് കറക്റ്റ് ഒരു 4 കിലോമീറ്റർ ചുങ്കം പാലത്തിനപ്പുറത്താണ് എൻ്റെ വീട്. ഞാൻ 2022 പിശാചിൻ്റെ തന്ത്രത്താൽ വീണുപോയി. വഴിയരികിലിരുന്ന് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറഞ്ഞ ഞാൻ ആ വഴിയിലിരുന്ന് മദ്യപിക്കേണ്ടി വന്നു. അങ്ങനെ പന്നിക്കുഴിയിൽ കിടന്ന് അയ്യം വിളിച്ച്, ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്, കോട്ടയത്ത് ബിസിനസ്സുണ്ട്. ഞാൻ KSRTCയിൽ ഡ്രൈവറായിട്ട്, ഞാൻ ഡ്രൈവർ ജോലി ചെയ്തിട്ടില്ല, അവിടുത്തെ ഓഫീസിലായിരുന്നു. റിട്ടയർഡായിട്ട് 7 വർഷമായി. അങ്ങനെ ഞാൻ ബിസിനസ് തകർന്നു, എല്ലാ രീതിയിലും പരാജയപ്പെട്ടു. കുടുംബജീവിതം തകർന്ന് മക്കളുടെ വഴിയായി എല്ലാ രീതിയിലും പരാജയപ്പെട്ട് മദ്യത്തിന് അടിപ്പെട്ടു. അങ്ങനെ ഛർദ്ദിച്ച് കിടക്കുമ്പോൾ എൻ്റെ മകനും ഭാര്യയും കൂടെ ഇങ്ങനെ കോരുകയാണ്. ആ വൈകുന്നേരം എൻ്റെ തോളയിൽ എൻ്റെ കർത്താവ് മാറോട് എന്നെ ചേർക്കുകയാണ്. അന്നേരമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. കർത്താവെ പറ്റിപ്പോയി. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്നവനാണ്, കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു കൊടുത്തവനാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് കർത്താവിനോട് മാപ്പ് പറഞ്ഞു, കർത്താവെ പറ്റിപ്പോയി, വീണുപോയി. അങ്ങനെ വീണ്ടും ഞാൻ രക്ഷ പ്രാപിച്ചു. എവിടെയെല്ലാം നഷ്ടപ്പെട്ടു പോയോ, ഏതെല്ലാം തകർന്നു പോയോ, അതെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. അങ്ങനെ ആ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ എവിടെ പോകണം, ഞങ്ങളെല്ലാം സ്നാനപ്പെട്ടതാണ്, എൻ്റെ മകൾ സ്നാനപ്പെട്ടതാണ്, എൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ വർഷങ്ങളായെന്ന് പറഞ്ഞല്ലോ, എല്ലാ രീതിയിലും നിൽക്കുന്നു. അങ്ങനെ ഞാൻ എവിടെ പോകണം, എവിടെയാണ് ആരാധനയ്ക്ക് പോകേണ്ടത്, അങ്ങനെ ഞാനിങ്ങനെ ആകെ ചെല്ലുന്നിടത്ത് മുഴുവൻ ഈ ലണ്ടനും വിസയും കർത്താവിൻ്റെ നാമത്തെ ചുമ്മാ ഒരു എന്താ ഈ പറയുന്നത്, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുന്നവരുണ്ട് ഈ ഭൂമിയിൽ. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുന്നവരുണ്ട് ഈ ഭൂമിയിൽ. കർത്താവ് പറഞ്ഞത് ഈ ലോകം മുഴുവൻ, ഈ രാജ്യം മുതൽ രാജ്യം വരെ, നദി മുതൽ നദി വരെ അവൻ്റെ ആധിപത്യം ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. ഈ ലോകത്തെ മുഴുവൻ അത്രമാത്രം കർത്താവിന് എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിൽ ഞാൻ ആകെ ഭാരപ്പെട്ടു. എൻ്റെ വീട്ടിൽ ഒരു കത്തോലിക്ക കുടുംബമാണല്ലോ. രാത്രിയാകുമ്പോഴത്തേക്കും ചിലപ്പോൾ മദ്യപാനങ്ങളുണ്ട്. ഞാനൊരു പെന്തക്കോസ്തുകാരനായിട്ട് ബോളിൽ ഇരിക്കുന്നു, താഴെ മദ്യപാനങ്ങൾ നടക്കുന്നു, മരുമക്കൾ വരുന്നു. അപ്പം അങ്ങനെ ആകെ ഒരു അസ്വസ്ഥമായ ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ എനിക്ക് എവിടെയല്ല, കോട്ടയത്ത് നല്ല ഒരു ആരാധന തരണം, ഇതാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയം. അപ്പോൾ അങ്ങനെ യാദൃശ്യമായിട്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഈ പാസ്റ്ററെ കാണുന്നത്. എൻ്റെ ഒരു ആത്മീയ ഗുരു ജെയിംസ് ബ്രദർ എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ ആത്മീയ പിതാവ്. ആ മനുഷ്യനെ ഞാൻ കാണുകയാണ്. ഈ മനുഷ്യനിൽ 8 വർഷമായി ആ മനുഷ്യനുമായിട്ട് ഞാൻ പിരിയേണ്ടി വന്നു. അപ്പോൾ ആ ഒരു തേജസ് ആ മകനിൽ ഞാൻ കണ്ടു, കർത്താവിൻ്റെ കൃപ ആ മകനിൽ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് ഈ വന്നതിനകത്ത് യാദൃശ്യമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇന്നിവിടെ സാക്ഷ്യം പറയാൻ തന്ന ആ സാവധാനത്തിനായി ആ സഹോദരന് നന്ദി പറയുന്നു, ഈ സഭയ്ക്ക് നന്ദി പറയുന്നു. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന പിതാവിന് ഒരിക്കൽ കൂടി നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. എനിക്ക് കാരണം ഭാരപ്പെടാനുള്ളൊരു കാരണം, എനിക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല. അപ്പം കാഴ്ചയുള്ള കണ്ണിനാണ് ചെറിയ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ അധികം അങ്ങ് ഭാരപ്പെട്ടു പോയി. കാര്യം ഞാൻ വിശ്വാസത്തിലൊന്നും കുറഞ്ഞ ആളല്ല, പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയവും എന്ത് ചെയ്യും എന്നൊക്കെയുള്ള തോന്നലുകൾ എന്നെ ഭരിക്കാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് പകരം സംശയവും ഭയവും ഒക്കെ ആയി. അത് പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് അകത്തെ ഞരമ്പുകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പം ഞാൻ പോകുമ്പം ഞാൻ ഒത്തിരി ദൈവവചനം ഇങ്ങനെ എടുത്തെടുത്ത് പറയുമെങ്കിലും എന്നെ ആ വിശ്വാസത്തിൽ ഇപ്പോൾ നമ്മളിവിടെ പറയുകയും ചെയ്തത്, ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് വിശ്വാസം പറയാൻ പാടാം. നമ്മൾ വിശ്വാസത്തിലൊക്കെ ഒത്തിരി സ്ട്രോങ് ആണെങ്കിലും ചില കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചില കാര്യങ്ങളിൽ ചിലർ വീക്കാണ്. ആ വിഷയത്തിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പതറിപ്പോവുക. ഞാൻ പതറിപ്പോയി, ഞാൻ ഏറ്റു പറയുക. ഞാനങ്ങനെ ആ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് പാസ്റ്ററെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൽ എനിക്കൊരു ധൈര്യം കിട്ടി. ഞാൻ ആ ടെസ്റ്റിന് പോയി. ആ ടെസ്റ്റിന്
ഞരമ്പുകൾക്കൊന്നും ഒരു വിഷയമില്ല. അതിനെ ഒത്തിരി ആശ്വസിപ്പിച്ചു. പിന്നെ മരുന്നുണ്ട്, മരുന്നുകൾ ഒഴിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കർത്താവിൻ്റെ ഒരു വചനമുണ്ട് ഹെബ്രായർ ലേഖനത്തിൽ, സഹായത്തിനുള്ള തക്ക സമയത്തെ കൃപയ്ക്ക് വേണ്ടി. തക്ക സമയത്ത് ഒരു കൃപ വേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഭാരപ്പെട്ടു പോകും. അപ്പോൾ ഒട്ടും നമ്മൾ മടിക്കാതെ ആ കൃപാസനത്തിനടുത്തേക്ക് കടന്നു ചെല്ലുക. അവൻ നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ കുറഞ്ഞവരായിരിക്കാം, വിശ്വാസത്തിൻ്റെ തികവിലല്ലായിരിക്കാം നിൽക്കുക. അവിടെയും നമ്മെ തള്ളിക്കളയാതെ ആ വിശ്വാസത്തിൻ്റെ നായകൻ നമ്മളെ ചേർത്തുകൊള്ളും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മളിലൊക്കെ ചില പ്രശ്നങ്ങൾ വളരെ നമ്മുടെ മുന്നിൽ വലുതായി കണ്ടുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ ആ തക്ക സമയത്തെ കൃപയ്ക്ക് വേണ്ടി ആ കൃപാസനത്തിലിരിക്കുന്ന ആ മഹാപുരോഹിതൻ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടുകയും തികവ് പ്രാപിക്കുകയും ചെയ്ത മഹാപുരോഹിതൻ, കരുണയുള്ള മഹാപുരോഹിതൻ. അവിടെ നമ്മുടെ യോഗ്യത ഒരു പക്ഷേ വേണ്ടായിരിക്കും, യോഗ്യത വേണ്ട എങ്കിലും യോഗ്യത കുറവുണ്ടെങ്കിലും നമുക്ക് കടന്നില്ല. കർത്താവ് തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. സ്തോത്രം. ആ സാന്നിധ്യം എനിക്കൊന്ന് വെളിപ്പെടുത്തണം. ഞാൻ കർത്താവിനെ അറിയുന്ന സമയങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്കൊക്കെ എല്ലാവർക്കും വർജനം ഒന്നും അറിയത്തില്ലെങ്കിലും അന്ന് കർത്താവിനുള്ള സ്നേഹം ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യം കർത്താവുമായിട്ടുള്ള സ്നേഹമെന്തോ പലപ്പോഴും ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ, നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം എനിക്കൊന്ന് വെളിപ്പെടുത്തണം. ആമേൻ. ഒരു ദിവസം ഭാരപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച് മയങ്ങിയപ്പോൾ ഒരു ദർശനം ഇങ്ങനെയുണ്ട്. കർത്താവിൻ്റെ ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു വ്യക്തി ഇങ്ങനെ അടുത്തോടെ കടന്നു പോകുന്നു. ആ സാന്നിധ്യം കടന്നു പോയപ്പം ഇങ്ങോട്ട് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, എല്ലാ ഭാരവും അവിടെ ഒരു മല എന്ന് പറയുന്ന മഞ്ഞുമല ഉരുകി പോകുന്ന പോലെ, സ്തോത്രം, ആ വലിയ ഭാരം അങ്ങ് മാറിപ്പോയി. ഇതെത്ര വലിയ ഭാരമാണെങ്കിലും കർത്താവിനോടൊന്ന് പറയാൻ തയ്യാറായ, കർത്താവേ, എൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്ന, എൻ്റെ ഭാരങ്ങളെ ചുമക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്, ആ സാന്നിധ്യം ഞങ്ങൾക്ക് കർത്താവായ യേശുവിൻ്റെ ആ പേര് ദൈവം നമ്മോടുകൂടെ അന്ന് അർത്ഥം വരുന്ന ഇമ്മാനുവൽ എന്നാണ് കർത്താവിനെ പേര് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ സാന്നിധ്യത്തിൽ വന്ന് അടുത്ത് വരാം. അതിനകത്ത് കടന്നു വരുന്നവർക്ക് ആ ശബ്ദം കർത്താവ് നമ്മളെ കേൾപ്പിക്കും. ഉദാഹരണത്തോടെ ഇന്ന് വെറുതെ നമ്മൾ വന്നിട്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരെയും നോക്കണ്ട. കർത്താവെ, ഞങ്ങൾ ഇന്ന് ആഴ്ച ഒരു 2-2.5 മണിക്കൂറായിരിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഇവിടുന്ന് പ്രാപിക്കുന്ന ദൈവകൃപ, ദൈവശക്തി, അത് ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യൻ്റെ സാന്നിധ്യമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആഗ്രഹിക്കുന്നവരൊന്നും കഥാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ടായിരിക്കാം, ചില ചോദ്യങ്ങളുമായി വന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഇന്നൊരു വിശ്വാസം എത്ര പറഞ്ഞു, കഥാവി അവൻ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കഥാവിൻ്റെ സാന്നിധ്യം കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോകണ്ട, ഞങ്ങൾക്കിവിടുന്ന് പോകണ്ട, എനിക്കിവിടെ ഇരുന്നാൽ മതി, എനിക്ക് താഴോട്ട് ഇറങ്ങണ്ട, എനിക്ക് ആ കഥാവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ മതി. സ്തോത്രം. അങ്ങനെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സാന്നിധ്യത്തേക്ക് ഓടി എന്ത് വില കൊടുത്താണെങ്കിലും നമുക്ക് ആ സാന്നിധ്യം കൊതിച്ചു കൊണ്ടു വരും. നമുക്ക് ആ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തമ്മിലൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ, ഒരുമയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. സ്തോത്രം. വിശ്വാസത്തോടെയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് നോക്കുന്നതെങ്കിൽ ആ ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെടും. ആ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല.
എൻ്റെ ജീവിതത്തിൽ മേലുള്ള ദൈവത്തിന് പ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഞാനൊന്നും ചെയ്യണ്ട. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അതെൻ്റെ വിഷയത്തെ ഞാൻ അറിയാത്ത മണ്ഡലങ്ങൾ പോലും, എനിക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത തലങ്ങൾ പോലും, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ പോലും അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടെയാകും. അത് മാത്രമല്ല, ആ ദൈവ സാന്നിധ്യത്തിനകത്ത് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമുണ്ട്. ഇന്ന് ആ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപക്ഷെ ദുഃഖത്തോടെയാണ് വന്നിരിക്കുന്നത്, നിരാശയോടെ വന്നിരിക്കുന്നത്. അതിനകത്ത് വരുമ്പോൾ സന്തോഷത്തിൻ്റെ പരിപൂർണതകളുണ്ട്. അതില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണ്ടെന്ന് എത്ര പേരെന്ന് പറയും? സ്തോത്രം. കർത്താവ്, ഞങ്ങൾ പോകുമ്പോൾ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിന് തരാൻ കഴിയാത്തൊരു സന്തോഷമുണ്ട്. അത് കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ആ സന്തോഷം ഒന്ന് അനുഭവിച്ചാൽ പിന്നെ അവിടെ വിട്ടു പോകാൻ നമുക്ക് തോന്നത്തില്ല. യേശു അവിടെ മറുരൂപമലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. മോശയും യേശുവിനോട് സംഭാഷിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ ശരീരത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പം അവിടെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കിവിടെ കൂരാടം അടിക്കാം, നമുക്കിവിടെ താമസിച്ചാൽ മതി, നമുക്ക് താഴോട്ട് പോകണ്ട. ഹല്ലേലൂയ, നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി, ആ പാദം എടുത്തെങ്കിൽ ഇരുന്നാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർന്ന് പ്രാർത്ഥിക്കുന്നതാവേ. ഹല്ലേലൂയ. ആ പത്രോസിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ സാന്നിധ്യം അവിടെ വിട്ടുമായി. ഇനി നമുക്ക് അവൻ മിണ്ടാതിരുന്ന ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവാൻ നമ്മുടെ ശബ്ദമൊന്നുമല്ല, ദൈവശബ്ദം, ആ ദൈവ സാന്നിധ്യം വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ മധ്യേ, രക്തത്താൽ കഴുകപ്പെട്ടവരുടെ മധ്യേ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ആരോടും പറയണ്ട. ആരോടും പറയാതിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചോളും. ഹല്ലേലൂയ. അസാധ്യമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങൾ ചില വഴികൾ തുറന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേർ കൊതിക്കുന്നുണ്ട്? കർത്താവേ, ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം ഇരിക്കുന്നവരോട് ദൈവം സംസാരിക്കും, അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്കൊന്ന് കൊതിക്കാം. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം കർത്താവേ ഇന്ന് പകലും ഞങ്ങളുടെ മധ്യം ഒന്ന് മുഴുവൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനാണ് പത്രോസ് പറയുന്ന കാര്യമുണ്ട്. അങ്ങേ വിട്ട് ഞങ്ങളോട് കർത്താവേ, പലരും വിട്ടിട്ട് പോകുമ്പോഴും ഒന്നും ജീവിതത്തിൽ നേടിയില്ലെങ്കിലും പത്രോസ് പറയും, കർത്താവേ സ്തോത്രം, ഒന്നിനും വേണ്ടിയല്ല വന്നത്. മറിയ പറയും, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വന്നത്. പക്ഷെ അവൻ്റെ കൂടെ ഇരിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവരാരോടും പറഞ്ഞില്ലെങ്കിലും ഇന്നെൻ്റെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയും. എൻ്റെ ഹൃദയ നൊമ്പരങ്ങളെ ഇന്ന് അറിയുന്നൊരു കർത്താവുണ്ട്. ആമേൻ. മനസ്സിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു നമ്മുടെ മധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ പറയാൻ, കർത്താവ് അങ്ങേ വിട്ട് ഞാനവിടെ പോകും. അങ്ങേ വിട്ടവിടെ പോകും. പ്രസൻസ് ഞങ്ങളുടെ കർത്താവെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ പാട്ടിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മാധുര്യമൊന്നുമല്ല. ഹൃദയത്തിൻ്റെ ഒരു അഭിവാഞ്ചന ദാഹമുണ്ടോ, ഒരു കരച്ചിലകത്തുന്നുണ്ടോ കർത്താവിന് വേണ്ടി? ഇന്ന് നമ്മുടെ മധ്യയായ യേശു വെളിപ്പെടും. അവിടെ യേശു വന്നാൽ ചിലത് നടക്കും, ചിലത് അവൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചില ചോദ്യങ്ങൾ ഉത്തരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം, ആ തിരുമുഖത്തേക്ക് നോക്കാം. അവിടുത്തെ സാന്നിധ്യം മധ്യം നിറങ്ങണമേ, അവിടെ നിന്ന് തൊടണമേ. ചില രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, മാനസിക മുറിവുകളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, സന്തോഷമില്ലാതിരിക്കുന്ന അനുഭവങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് അതിനകത്ത് സ്നേഹമുണ്ട് കേട്ടോ. എവിടെ ദൈവം കർത്താവ് സാന്നിധ്യമുണ്ടോ ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷവും സമാധാനവും ആ ദൈവ സാന്നിധ്യത്തിനകത്തുണ്ടെന്ന് തിരിച്ചറിയുന്നവർ മാത്രം ആ കർത്താവിനെ സ്വന്തം ചെയ്യാം. ആ ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ച കർത്താവേ, എൻ്റെ കരത്തിൽ നിന്ന് പിടിക്കണമേ, അവിടുത്തെ സാന്നിധ്യം എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ, എൻ്റെ അടുത്തോടെ അവിടെ നിന്ന് കടന്നു പോകണമേ. യേശു പോകുമ്പോൾ ഹല്ലുബദ്ധമായി വിളിച്ചു കരയുക, യേശുവേ ദൈവപുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ സ്തോത്രം. അവൻ വിളിച്ചപേക്ഷിക്കുന്ന അടുക്കൽ മടങ്ങി വരുന്നൊരു കർത്താവ് ഇന്ന് പകലുണ്ടെന്ന് വിശ്വസിക്കുന്ന മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആ കർത്താവിന്റെ സാന്നിധ്യത്തിനായി കൊതിക്കുന്നവർ മാത്രം പറയണം. എത്ര പേർ എനിക്ക് വിഷയമല്ല, എൻ്റെ വിഷയം എൻ്റെ യേശു ഇതിനകത്തോ, എൻ്റെ ഭവനത്തിനകത്ത് യേശു കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. We need your grace, Lord. We need your presence, Lord. We need your power, oh God. ഇന്നകത്ത് ശക്തി പ്രാപിക്കാതെ ഞാൻ മടങ്ങി പോകത്തില്ല, അവരുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാതെ ഞാൻ മടങ്ങി പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. അവരുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തണമേ. സ്തോത്രം. യേശുപരാ ഞാൻ പ്രിയനേ, തേജസ്സേനം നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ, ആരാധന
ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ചില മുറികളെ കർത്താവ് സൗഖ്യമാകും. യേശു സൗഖ്യമാകുന്നു. യേശുവിന്റെ സ്വഭാവം മാറും. വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. വസിച്ചോട്ടെ ആ പാദങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകുന്ന സന്നിധിയിൽ Jesus is alive. യേശു ജീവിക്കുന്നു. He is here. സാന്നിധ്യം വിട്ടുപോകല്ലേ. നിന്റെ സാന്നിധ്യം ഞങ്ങളെ വിട്ടുപോകരുത്. ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഒരു പ്രാവശ്യം ഇങ്ങനെ ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നല്ല ശക്തമായി വെളിപ്പെടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ അടുത്ത സാന്നിധ്യം പോലെ. പക്ഷേ അവസാനമായപ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ ആ ആഴം അത് നഷ്ടപ്പെട്ടപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാനിടയായി. ഇന്ന് നമ്മളിതിനകത്ത് നിന്ന് പോകുമ്പം നമ്മുടെ ശരീരത്തിനകത്ത് ആ ദൈവ സാന്നിധ്യം നമ്മൾ പേറിക്കൊണ്ടാണ് പോകുന്നെങ്കിൽ നമ്മളെവിടെ ചെന്നാലും കർത്താവിൻ്റെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവമാകും. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊതിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വന്നത് കർത്താവിനെ ഒരിക്കൽ കൂടി അടുത്തറിയുവാൻ, ഒരിക്കൽ കൂടി ഒന്ന് ശക്തി പ്രാപിക്കുവാൻ. യോനായെ പറ്റി പറഞ്ഞു, യോന ദൈവസാന്നിധ്യം വിട്ടുപോയി. ദൈവസാന്നിധ്യം വിട്ടുപോയാൽ അവൻ പലപ്പോഴും കാത്തിരിക്കുന്നത് പിളർന്ന അവൻ മീൻ്റെ അവൻ വായക്കും. പക്ഷേ അവൻ അതിനകത്തുനിന്ന് കടന്നു വരുന്ന മോശ അതിനകത്തിരുന്ന് പുറത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന മോശയുടെ ത്വക്ക് അവൻ ശരീരം മുഖം പ്രകാശിച്ചു. യേശുവിനെ പറ്റി പറയുന്നത് യേശുവിൻ്റെ വെള്ള വസ്ത്രത്തിൻ്റെ വെണ്മ ഒരു അലക്കുകാരനെ വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അത്ര വെണ്മയേറിയൊരു വസ്ത്രം പോലെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇന്ന് ദൈവ സാന്നിധ്യത്തിനകത്ത് കർത്താവേ ഇത് പോരാ, അത് കൂടുതൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. യേശു മതി, എനിക്കെൻ്റെ സ്നേഹം, നമുക്ക് ജീവിതത്തിൽ ഒന്നും
ആയിരിക്കുമ്പോൾ ഒറ്റ കാര്യം ആഗ്രഹിച്ചാൽ മതി, യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിനെ കൂടുതൽ അറിയുവാൻ, യേശുവുമായിട്ട് കൂടുതൽ ബന്ധം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ആ യേശുവിൻ്റെ സ്നേഹം എൻ്റെ അകത്തങ്ങളിൽ ഈ ദിവസങ്ങൾ കൂടുതലൊന്ന് വെളിപ്പെടുവാൻ അത് ഇടയാക്കിയാൽ മതി. ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എൻ്റെ നീതി രാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അതുകൂടെ വരുമ്പോൾ ആമേൻ തിരുവചനം പറയുമ്പോൾ ആ മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടി പാട്ട് പാടുമ്പോൾ നമുക്ക് പറയാം, കഥാവി ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, നിത്യജീവൻ മതി എനിക്ക്, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്റെ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, എൻ്റെ യേശു മതിയായവൻ, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്റെ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, എൻ്റെ യേശു മതിയായവൻ, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, പറയാം, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, ആഹാരത്തരും ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ, കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, എന്റെ യേശു മതിയായവൻ. അതുകൊണ്ട് യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ മാറ്റിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപകരം, യേശുമതിയായി ശാന്തമായി ശരീരം തരും, രോഗങ്ങളെ മാറ്റിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപകരം, യേശു മതിയായവനാണ്. യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലെ എല്ലാവർക്കും രക്ഷ, ഒരു കുളമ്പ് പോലും ശാസിക്കാതെ സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീരും, യേശു മതിയായവൻ, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി പിടിച്ച ക്രൂശ്, യേശുമതി അസ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്, യേശുമതി തൻഹിതം മതി, നിത്യജീവൻ മതി, യേശുമതി
വീണ്ടും വരുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിപ്പാൻ കർത്താവിടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മാസം വീണ്ടും നമ്മളെ കടന്നുപോയി. ഒരു പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളെയും നാളുകളെയും അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ അവൻ്റെ ദിനത്തിൽ പൂർത്തീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ദൈവ സാന്നിധ്യത്തിലായിരിക്കാം. അതിനുമുഖത്തേക്ക് നമുക്ക് വീണ്ടും നോക്കാം. ഇന്നത്തെ അല്പസമയത്തെ തിരുവചനത്തിലേക്കായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ നമുക്ക് പരിചിതമായ ഒരു വേദവാക്യമാണ്. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. ഇങ്ങനെ ഒരുമിച്ച് വായിക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ കാറ്റ് എന്ന് ഞാൻ നിന്നോട് പറയുക. യോഹന്നാൻ 3:8 കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു. ആമേൻ. അപ്പോൾ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ ഒരു ഫാനിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. ആമേൻ. നമ്മൾ പുറത്തിറങ്ങിയാൽ കാറ്റുണ്ട്. പലയിടങ്ങളിലൊക്കെ നമുക്ക് കാറ്റ് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ കാറ്റ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവ് കഥാവിനൊക്കെ കാണുവാൻ സാധിക്കത്തില്ല, പക്ഷേ ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ ദൈവ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് അതിൻ്റെ പിന്നാമ്പുറങ്ങളെ അറിയാം. കർത്താവ് യേശുക്രിസ്തു നിക്കോദെമോസിനോട് പറയുമ്പോൾ, നിക്കോദെമോസുമായിട്ട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ, നിക്കോദെമോസ് വളരെ വളരെ അറിവുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ നിക്കോദെമോസ് കർത്താവ് അതുകൊണ്ട് തന്നെ അല്പം മുന്നോട്ട് കടന്നാണ് കർത്താവ് യേശുക്രിസ്തു വചനത്തിൻ്റെ പൊരുളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഇതിനകത്തിരിക്കുന്നവർ പലരും ഒരുപാട് വചനം കേട്ടവരാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് അത് വചനം കേൾക്കുന്ന ആരും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അപ്പോൾ അതുകൊണ്ട് അല്പം മുൻപോട്ട് കടന്നാണ് യേശുക്രിസ്തു നിക്കോദെമോസിനോട് സംസാരിക്കുന്നത്. നിക്കോദെമോസ് രക്ഷിക്കപ്പെട്ടോന്ന് അറിയത്തില്ല, നിക്കോദെമോസ് സ്നാനപ്പെട്ടോന്ന് അറിയത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുഴിച്ചിടാൻ നിക്കോദെമോസിനെ പിന്നീട് കാണുന്നുണ്ട്. പലരും അങ്ങനെയാണ്, കർത്താവിൻ്റെ അടുക്കൽ വരും, പക്ഷേ സ്നാനപ്പെടുകയില്ല, കർത്താവിനെ സമർപ്പിക്കുകയില്ല, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിനും കർത്താവിന് വേണ്ടി ഒരു സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി മാറുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിക്കോദെമോസേ, നീ വീണ്ടും ജനിക്കണം ജഡത്താൽ. അവിടെ അതിന് തൊട്ടു മുമ്പ് 4-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ലല്ലേ? ഓക്കെ, പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു തറപ്പിച്ച് പറയുകയാണ്. അതിനുശേഷം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പിന്നീടാണ് കർത്താവ് പറയുന്നത്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുകയാണ്, ഊതുന്നു, അതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് എവിടെ നിന്നാണ് വരുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ നമുക്കറിയത്തില്ല. അപ്പോൾ ആത്മാവിനാൽ ജനിച്ചവരെല്ലാവരും ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ആത്മാവിനെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ഒരു കാറ്റിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാറ്റായിരിക്കും. നമ്മളെ നിയന്ത്രിക്കുന്ന ജഡമല്ല, നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരു സ്തോത്രം കാറ്റാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവാകുന്ന കാറ്റാ. ആമേൻ. എത്ര പേർക്ക് താല്പര്യമുണ്ട് ജഡമല്ല എന്നെ പരിശുദ്ധാത്മാവ് നയിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാം, ജഡത്താലല്ല ഞാൻ നയിക്കപ്പെടുന്നത്, ദൈവമക്കൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പല വിധത്തിൽ, പരിശുദ്ധാത്മാവ് ഏകദേശം 35 കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ വചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഓർമ്മയില്ലെന്നും. പക്ഷെ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനെ ഉപമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനൊരു കാറ്റായി ആമേൻ വചനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അത് ബ്രെത്ത് ഓഫ് ലൈഫ്. അപ്പോൾ അവിടെ ദൈവശക്തിയായി പെന്തക്കോസ്തിൽ വെളിപ്പെടുന്നുണ്ട്. പിന്നെ തീയായി പരിശുദ്ധാത്മാവ് കാറ്റ് നയിക്കുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ ഫയർ, അവിടെ ദൈവശക്തിയായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് പ്രാവ് എന്നതുപോലെ, പ്രാവ് യേശുവിൻ്റെ തലയുടെ മുകളിൽ വന്നില്ല, പ്രാവ് എന്നതുപോലെ യേശുവിൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറച്ചു.
അതുപോലെ പ്രാവ് എന്നതുപോലെ അത് വിശുദ്ധീകരണത്തെ കാണിക്കുന്ന ഒരു വിശുദ്ധിയുള്ള ജീവിതത്തെ, സമാധാനമാണ് പ്രാവ് കാണിക്കുന്നത്. ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ കാണിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ ജലമായി കാണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ജലമാണ്. നമുക്ക് ആ ജലത്താലാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മളെ വിശുദ്ധരായി തീർക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കൊരു വീണ്ടും ജന്മം തരുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളൊരു മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഇന്ന് ഈ ലോകത്തിൽ ആരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവർത്തത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളേറെ ഈ നാളുകൾ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് എനിക്ക് ഈ ദിവസങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആമേൻ ഇന്ന് കർത്താവിനെ പ്രാർത്ഥിച്ചു. ആമേൻ ഈ ദിവസങ്ങളിൽ കാറ്റാണ് എന്നെ നയിക്കാൻ പോകുന്നത്, ജഡമല്ല എന്നെ നയിക്കാൻ പോകുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യൂമ എന്നാണ്. ന്യൂമ എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിൻഡ്, കാറ്റ്, അല്ലെങ്കിൽ ബ്രത്ത്, ശ്വാസം, അല്ലെങ്കിൽ സ്പിരിറ്റ്. അപ്പോൾ കർത്താവ് ആ ന്യൂമ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പകർന്നിട്ടുണ്ട്. ഈ കാറ്റ്, ഈ പരിശുദ്ധാത്മാവാകുന്ന ന്യൂമ ബൈബിളിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുക. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജഡത്തിൽ എനിക്ക് പറഞ്ഞാലൊന്നും തീരത്തിരുന്ന് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന ജൈവിക സത്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ആദ്യം കാണുന്നത് സാഗര ജലത്തിന് മേൽ അഴയടിക്കുന്ന കാറ്റെന്നതുപോലെ പരിശുദ്ധാത്മാവിനെ ഒരു കാറ്റായി നമ്മൾ കാണുകയാണ്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് പരിശുദ്ധാത്മാവ്. അതെ, ജലത്തിൻ്റെ മേൽ ഹി വാസ് ഹോവറിങ് ഓവർ ദ വാട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ അവിടെ ചിലത് ഉണ്ടാകട്ടെ, അത് ഉളവായി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവുമായി ചേർന്ന് വരുമ്പോൾ അവിടെ സൃഷ്ടിജാലങ്ങൾ ആമേൻ അവിടെ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ ചിലതിനെ ഇന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം എനിക്ക് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ചിലതിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആന്തരിക അവയവങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഈ സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനവുമായി ചേരുമ്പോൾ അവിടെ മരം വന്നു, പുല്ല് വന്നു, വൃക്ഷങ്ങൾ വന്നു, അവിടെ സസ്യജാലങ്ങളും ആകാശമണ്ഡലങ്ങളിൽ പല കാര്യങ്ങൾ സൃഷ്ടിച്ചു 6 ദിവസം കൊണ്ട്. പിന്നീട് ദൈവം സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആമേൻ വാക്കുകൊണ്ടല്ല സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്വന്തം കരം കൊണ്ടാണ്. മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് വാക്കുകൊണ്ടാണെങ്കിൽ ഇന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവത്തിന് നമ്മൾ സ്പെഷ്യലാണ്. ദൈവം നമ്മളെ അത്ര അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ കർത്താവ് ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ജീവനില്ലായിരുന്നു. തിരുവചനം പറയുന്നു, ആ മൂക്കിലേക്ക്, ആദാമിൻ്റെ നാസ്രദ്വാരങ്ങളിലേക്ക് ദൈവം കാറ്റിനെ അയച്ചു. ആമേൻ. അത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്നത്. ആമേൻ. മറ്റൊരാത്മാവുമല്ല. ആത്മാവുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മളെ നിയന്ത്രിച്ചിരുന്ന ചിലരുടെ, എല്ലാവരുടെയും അല്ലെങ്കിലും ചിലരെയൊക്കെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരുന്ന ഒരു കാറ്റുണ്ട്. പക്ഷേ ആ കാറ്റിൻ്റെ ശക്തിയിൽ നിന്നും നമ്മളെ വിളിച്ച് ഒരു പുതിയ കാറ്റായി, ഒരു പുതിയ ന്യൂയായി, ഒരു വിശുദ്ധ പരിശുദ്ധാത്മാവായി നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട ആ ദൈവശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്നെ നിയന്ത്രിക്കുന്നത് മറ്റൊന്നുമല്ല, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവിടെ ആദാമിൻ്റെ മൂക്കിലേക്ക് ശ്വാസം ഊതുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവന് ജീവൻ വന്നു, എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചോയ്സുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളിലുള്ള വളർച്ചകളെല്ലാം അതുമായിട്ട് ദൈവത്തിന് കണക്റ്റഡ് ആകുവാൻ
ദൈവത്തിന് താല്പര്യമുണ്ടെന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത്. നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മറ്റൊരു ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയാൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്നൊരു പേഴ്സണാണെന്ന് പലപ്പോഴും നമുക്ക് കേട്ടറിയാം. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് ഈ ദിവസങ്ങൾ കൂടുതൽ അടുത്ത് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ലിവിങ് സോളാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവ്, നെഫേഷ് എന്നാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പലയിടങ്ങളിലായിട്ട് ന്യൂമ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉണങ്ങിയ അസ്ഥികൾ, തീരെ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളുടെ മേൽ 4 കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്നും ദൈവം കാറ്റടിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് അതിന് തൊക്കും അതിന് ഞരമ്പും മാംസവും എല്ലാം പിടിപ്പിച്ച് അതിനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന് ജീവനുണ്ട്. അത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് അതിന് ജീവനില്ല, പക്ഷെ ജീവൻ വരണമെങ്കിൽ ശ്വാസം വരണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരണമെങ്കിൽ, നമുക്കൊരു സന്തോഷവും സമാധാനവും ദൈവികമായ ഒരു ജീവിതവും മുന്നോട്ട് നയിക്കണമെങ്കിൽ വാട്ട് വി നീഡ് ഈസ് ദ ന്യൂ. അപ്പോൾ ആ അത്ഭുതം കർത്താവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വരുമ്പോഴാണ്. പിന്നെ നമ്മൾ കാണുന്ന പെന്തക്കോസ്ത ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം അവയെ ശിഷ്യന്മാർ കേൾക്കുകയാണ്. അതോടെ അവരുടെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതി. അവിടെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യാസം വന്നു. സഭയുടെ ഉദ്ഘാടനം അവിടെ നടക്കുകയാണ്. മറ്റു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരുടെ മേൽ ഊതുന്നതാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് ഊതുമ്പോൾ അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല കണക്കെ ആമേൻ കൊടിയ കാറ്റടിക്കുന്നത് പോലെ പെന്തക്കോസ്ത് ദിനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എല്ലാ ദൈവസഭയിലുള്ള ദൈവമക്കളുടെ മേൽ പകരുവാൻ കർത്താവിന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ സമയം തീരും. നമുക്കറിയാവുന്ന, പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ പുതിയ വെളിപ്പാടുകൾ നമ്മൾ പ്രാപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെതായ തലങ്ങളൊരു മാറ്റം വന്നിട്ട് ദൈവപ്രവൃത്തികൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വരണം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ മേലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ എൻ്റെ കഴിവോ ഒന്നുമല്ല. വാട്ട് വി നീഡ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. നമ്മുടെ ജീവിതം എത്ര നാളുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ജീവിക്കുന്ന കാലത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ജീവിക്കുന്ന കാലത്തോളം ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ജീവിതമായി മാറുവാൻ, ഞാനൊരു അനുഗ്രഹമായി അനേകർക്ക് തീരണമെങ്കിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവാണ്. നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. സമയം അധികമില്ല. എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും? കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മനസ്സിൻ്റെ മേൽ, എൻ്റെ ആത്മാവിൻ്റെ മേൽ ഒരു പരിശുദ്ധാത്മ ശക്തി ഇന്ന് പകൽ പകരണം. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ചിലത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയും. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആമേൻ. അപ്പോൾ അതിനുവേണ്ടി ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്ന വർക്ക് എത്ര അധികമായി തൻ്റെ ആത്മാവിനെ ദൈവം പകരാതിരിക്കുമോ? സ്തോത്രം. അവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലപ്രദമായ ആത്മീയ ജീവിതത്തിൻ്റെ
ആമേൻ, ഒരു വ്യക്തിത്വമായി മാറുവാൻ ദൈവം നമ്മളോട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോവുക. റോഡിൽ പേർ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കരവേദി കഥാ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവിക സന്ദർശനങ്ങൾ ജീവിതങ്ങളുടെ മേൽ ദൈവം ഈ ദിവസങ്ങൾ അയക്കും. ഒരു മനുഷ്യനുമല്ല, ദൈവത്തിൻ്റെ കരമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ കരമായിരിക്കുന്ന നീട്ടിയ ഭുജം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം ശോഷിച്ചു പോകുമ്പോൾ, നമുക്കൊരു സന്തോഷമില്ലായിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് പലപ്പോൾ നിരാശ കടന്നു വരുമ്പോൾ, ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് നിരാശകൾ ഒരു പക്ഷേ നമ്മളെ പിടികൂടിയേക്കാം. ശാരീരികമായി നമ്മളെ പലപ്പോഴും ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങൾ വന്നേക്കാം. പക്ഷെ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ ദൈവം പകരുവാൻ താല്പര്യപ്പെടുക. ഒരു മനുഷ്യനും ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് പലപ്പോഴും വിശ്വാസം തളർന്നു പോകുന്ന അനുഭവങ്ങൾ വരും. നമ്മൾ പലപ്പോഴും ആത്മീയമായിട്ട് ഡ്രൈ ആയി പോകുന്ന അനുഭവങ്ങൾ വരും. പലപ്പോഴും നമുക്ക് കുറ്റബോധങ്ങൾ വരും. പലപ്പോഴും നമുക്ക് സ്തോത്രം, പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ നിയന്ത്രണമില്ലാതെ പോകുന്ന അനുഭവങ്ങളിലേക്ക് വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇതൊന്നും എല്ലാവരും പറയണമെന്നില്ല, എനിക്കറിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിതൊക്കെ വരും. യേശുക്രിസ്തുവിന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൊരു വ്യക്തിയുള്ളൂ, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും. നമുക്ക് കോപം വരും, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ വരും, നമുക്ക് പലപ്പോഴും വിശ്വാസത്തിൽ തളർന്നു പോകുന്ന അനുഭവങ്ങൾ വരും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. നമ്മൾ അറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പലപ്പോഴും നമ്മുടെ ഭയത്തിൻ്റെ കീഴിലാകുമ്പോൾ ആ ഭയത്തെ കർത്താവ് മാറ്റി വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. വലിയ പ്രതികൂലങ്ങൾ ജീവിതത്തിൻ്റെ മേൽ അലറി അടിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാമായിരുന്നു. വിശ്വാസി വന്നില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ തകർന്നു പോകാമായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ, നീ തീയിൽ കൂടി പഴക്കുമ്പോഴും നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോഴും നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. ഞാൻ തീയിലൂടെ പോകും, പക്ഷെ തീ എന്നെ വെന്ത് കളയാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് വിശ്വസിക്കുക എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ അകത്തുള്ളവനെ വേവിച്ച് കളയുവാൻ ഒരു തീക്കും ശക്തി കഴിയില്ല. ഒരു സമുദ്രത്തിനും എന്നെ മുക്കിക്കളയാൻ കഴിയത്തില്ല. എൻ്റെ അകത്തുള്ളെങ്കിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണെങ്കിൽ, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രതികൂലത്തെ മറികടക്കും. നിന്നാൽ പടക്കൂട്ടത്തിനെതിരെ ഞാൻ പാഞ്ഞേലും, നിന്നാൽ ഞാൻ മതിലിനെ ചാടിക്കിടക്കും. വീഴ്ച കളയുമെന്ന് ശത്രു കൊണ്ടിരുന്ന പാപത്തിൻ്റെതായ സ്വാധീന വലയങ്ങളെ തകർത്ത് കളയുവാനുള്ള ഒരു ദൈവശക്തി, ഒരു കൃപ ദൈവം നമ്മുടെ മേൽ പകരും. എൻ്റെ അടുത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ വെറുതെ കറങ്ങി തിരിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാനല്ല കർത്താവ് വായിക്കുന്നത്. ഈ വിശ്വാസി വന്നെങ്കിൽ നമ്മൾ നിത്യതയുടെ അവൻ ഉടമയായി തീരണം. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ പ്രാപിക്കുന്ന ദൈവമക്കളായിരിക്കണം. ഹല്ലേലൂയ. ഒരു എഫക്റ്റീവ് പ്രയർ ലൈഫ്, അല്ല എഫക്റ്റീവായിട്ട് സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്ന 4 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിൽ ചിലർ ജഡികരാണ്, കർത്താവിനെ അറിയാൻ മരുന്നവരാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കിട്ടിയിട്ടില്ല. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നവൻ, അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതില്ലാതെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നീ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. നീ മഹാദൈവത്തിൻ്റെ പുത്രനാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നതിന് കാരണം അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ പലർക്കും അതുപോലും അറിയാതിരിക്കുന്നവരുണ്ട്. പിന്നെ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അറിയാം, പക്ഷേ ഒരു അനുഭവവേദ്യമായി മാറാത്തവരുണ്ട്. അത് രണ്ടാമത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരുണ്ട്. സ്വന്തം അതെല്ലാവരും നിറവിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. സ്വന്തം
പൗലോസ് അപ്പോസ്തലനോട് അനന്യാസ് പറയുന്നൊരു കാര്യമുണ്ട്. നീ പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് ദൈവം എന്നെ അയച്ചിരിക്കുക. ദൈവത്തിൻ്റെ കരം എൻ്റെ കരത്തിൻ്റെ മേൽ വരും. ഞാൻ നിന്റെ തലമേൽ കല വയ്ക്കുമ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണത, നിന്റെ മേൽ ദൈവത്തിൻ്റെ ദൈവം പകരും. അന്ന് ജീവിതം മാറും. അന്ന് ജീവിതത്തിൻ്റെ വഴിത്തിരിവാകും. ഇന്ന് വരെ പ്രാപിക്കാത്ത ദൈവകൃപകൾ പ്രാപിക്കാൻ തുടങ്ങും. ഇന്ന് വരെ കേൾക്കാത്ത ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങും. ഇന്ന് വരെ മനസ്സിലാകാൻ സാധിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോവുകയാണ്, 3.5 വർഷത്തെ നിങ്ങളുടെ കൂടെ ഞാൻ നടന്നു, ഇനിയിപ്പം ഞാൻ നടക്കത്തില്ല. ഇന്ന് നടക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടാൻ പോവുക. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എത്ര വിശ്വസിക്കുന്നില്ല? എന്നെ അനാഥരായി വിടുന്ന ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. എന്നെയൊക്കെ വഴിയിട്ടിട്ട് പോകുന്നവനെയല്ല ഞാൻ ആരാധിക്കുന്നത്. എന്നെ വീട്ടിലെത്തിക്കുന്നവനെ ആരാധിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എത്തേണ്ടത് എന്നെ എത്തിക്കാൻ കഴിയുന്ന സർവശക്തി ആരാധിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് സ്വന്തം ചെയ്യാം. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി വയ്ക്കും. അതൊക്കെ നമുക്ക് കാണാതെ അറിയുന്ന വേദഭാഗമാണ്. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി ദൈവം മാറ്റും. അപ്പോൾ നല്ല സാക്ഷ്യത്വം എൻ്റെ ജീവിതത്തിൽ വേണമെങ്കിൽ, ഞാൻ അത്ഭുതം ചെയ്തില്ലെങ്കിലും, ഞാൻ അടയാളം ചെയ്തില്ലെങ്കിലും, ഞാൻ ആരും രോഗം വെച്ച് രോഗം സൗഖ്യമായില്ലെങ്കിലും, കർത്താവിന് വേണ്ടി നല്ല സാക്ഷിയാകണമെങ്കിൽ ഈ ശക്തി വേണം. അല്ല, എത്ര പേർക്ക് താല്പര്യമാണ് ഞാനൊരു നല്ല സാക്ഷിയായി തീരാൻ? എൻ്റെ കുടുംബത്തിനകത്തൊരു സാക്ഷ്യം എനിക്ക് വേണം. എൻ്റെ സഭയ്ക്കകത്ത് എനിക്ക് സാക്ഷ്യം വേണം. എൻ്റെ ദേശത്തിന് എനിക്കൊരു സാക്ഷ്യം വേണം. ഞാൻ പോകുന്നിടത്ത് ഞാനൊരു സാക്ഷ്യമായിരിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു സാക്ഷ്യമായി മാറും. വിശ്വസിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ദൈവത്തിന് സ്വന്തം. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കും നമ്മളെ നല്ല സാക്ഷിയാക്കി മാറ്റുവാണ്. നമ്മളെ കാണുന്ന യേശുവിനെ അറിയണം. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മളോട് യേശുവിനെ അനേകം അറിയണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊറിന്ത്യയിലായിരുന്നപ്പോൾ അത് എഫേസോസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19:2 അവിടെ അദ്ദേഹം ഒരു കൂട്ടം ജനത്തെ കാണുമ്പോൾ ചോദിക്കുകയാണ്. അതിൻ്റെ 19:2 കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം, ആർക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനം അവരേറ്റവരെ മാനസാന്തരത്തിൻ്റെ സ്നാനം. ഈ സ്നാനം യോഹന്നാൻ വരുന്നതിന് മുമ്പ് സ്നാനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. യഹൂദ മതത്തിൽ ചേർന്നെങ്കിൽ ഒന്ന് സ്നാനപ്പെടണമെന്ന് ചിലർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് യോഹന്നാൻ മാനസാന്തരത്തിന് സ്നാനം പറഞ്ഞത്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ അവിടെ നദിയിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ ആള് ഭയങ്കര കൂടുകയാണ്. അവിടെ ഓടി വന്നിട്ട് അവർ മാനസാന്തര സ്നാനം കഴിക്കുമോ? പക്ഷേ യോഹന്നാൻ്റെ സ്നാനത്തിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിൽ സ്നാനം നടന്നിരുന്നു. യേശുക്രിസ്തു വളരെ കുറച്ച് പേരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. ശിഷ്യന്മാരാണ് കൂടുതൽ സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ബൗദ്ധസഭ ഞങ്ങൾ സ്നാനപ്പെടുത്താനല്ല മതിരിക്കും, ഞങ്ങൾ സുവിശേഷം പറയാനാണ് മതിരിക്കുന്നത്. സുവിശേഷം കേട്ട് അനുസരിക്കുന്നത് സ്നാനപ്പെടും, കർത്താവിനോട് സമർപ്പിക്കും. അപ്പോൾ കർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ സ്നാനം ഉണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിന് മരിച്ച കർത്താവിന് അടക്ക ഉത്ഥാനത്തിന് കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പിന്നീട് നടക്കുന്ന സ്നാനം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും പുനരുത്ഥാനവും വീണ്ടും പരമനെ സൂചിപ്പിക്കുന്ന ആ സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവർ മാനസാന്തര സ്നാനം യോഹന്നാൻ്റെ കരക്കീഴിലായിരുന്നു ഇവർ പ്രാപിച്ചത്. അപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറഞ്ഞില്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അവരുടെ മേൽ അപ്പോസ്തലനായ പൗലോസ് കരം വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യായ ഭാഷയിലല്ല സംസാരിച്ചത്, അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അന്യഭാഷ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? അന്യഭാഷ നിന്ന് പോയിട്ടില്ല. അന്യഭാഷ 2026 ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് പകരാൻ ദൈവം ആഗ്രഹിക്കുന്ന എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? പിശാചിന്റെ മേൽ ക്ഷയമെടുക്കും, അതുകൊണ്ട് സാധിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ആയുധമാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വെള്ളത്തിൽ അവർ വീണ്ടും 12 പേരോ ഉണ്ടായിരുന്നു. അവർ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി
അപ്പോൾ യേശു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം ആണ് കർത്താവ് ആഗ്രഹിച്ചത്. ആ പുതിയ നിയമത്തിലൂടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ആ സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് ആ ഒരു സ്നാനം നടക്കുന്നത്. അവിടെ ഇവർ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ ഇവർക്ക് വെള്ളത്തിൽ മാത്രമല്ല സ്നാനം കഴിപ്പിക്കുന്നത്, ഇവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൂടെ ലഭിച്ചു. യേശു ക്രിസ്തു വന്നത് വെള്ളത്തിൽ മുക്കാനല്ല യേശു വന്നത് പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിക്കാനാണ്. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തിൽ ആർക്ക് വേണേൽ മുക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇതിനകത്തുണ്ടെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതാണ് ദൈവസഭയുടെ മേൽ ദൈവം ആഗ്രഹിക്കുന്ന സ്നാനം. അത് ഈ ദിവസങ്ങളിൽ അത് യേശു നിക്കോദെമോസിനോട് പറഞ്ഞൊരു കാര്യം അതായിരുന്നു. അവിടെ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവസഭയുടെ മേൽ പകരുവാൻ ദൈവം താല്പര്യപ്പെടുമ്പോൾ ഓരോ ദിവസവും ആത്മാവിൻ്റെ ശക്തിയിൽ, ആത്മാവിൻ്റെ പുതുക്കത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇന്ന് പല സഭകളിലും ശോഷിച്ചു പോകുന്ന അനുഭവത്തിലാണ്. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, സ്തോത്രം. കണ്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് പുതിയ ന്യൂ ജനറേഷൻ ചേർച്ചുകൾ വരുന്നതിൻ്റെ കാരണം തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അതിനുവേണ്ടി ദാഹിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഇത് കർത്താവ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇത് നടന്നേ പറ്റത്തുള്ളൂ. ഇതില്ലാതിരിക്കുന്നെങ്കിൽ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. പിശാചിൻ്റെ ജയം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് പിശാചിൻ്റെ മേൽ ജയമെടുക്കാൻ താല്പര്യമുണ്ട്? പിശാചിനെ ഉയർത്താനല്ല, ദൈവത്തെ ഉയർത്താനാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ജയമെടുത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരത്തില്ല. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നിൽക്കുന്നത് നമ്മുടെ ജഡശരീരമാണ്. അവിടെ ഒരു ബലൂൺ വീർപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഹീലിയം നിറച്ചാൽ ആ ബലൂൺ ഈ കാന്തശക്തിയെ കടന്ന് അത് ഉന്നതങ്ങളിലേക്ക് കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് പല നമ്മളെ ആകർഷിക്കുന്ന പല ശക്തികളുടെ മേലും ദൈവം നമുക്ക് ജയം തരാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് ഉള്ളിൽ പ്രാപിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിരുദ്ധമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ജയമെടുക്കുവാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ജഡത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ജഡം, ഹല്ലേലൂയ, സ്തോത്രം, ഇത് വെളിപ്പെടുത്താൻ പിശാച് സമ്മതിക്കത്തില്ല. ഒരു ദിവസം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ നിയന്ത്രിക്കാൻ തടസ്സമായി നിൽക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ജഡമാണ്. ജഡം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ജഡമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നമുക്ക് ഈ ജഡശരീരം വേണം. പക്ഷെ ജഡത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പാപത്തിൻ്റെ ശക്തിയുണ്ട്. അത് കേട്ടാൽ പലർക്കും ഉറക്കം വരും. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കം മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില ജഡശക്തികളുടെ മേൽ ഇന്ന് പകലിലേക്ക് ക്ഷയമെടുക്കുന്ന താല്പര്യപ്പെടുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യാം. അല്ലെ, നമ്മുടെ ജഡം വീണ ഇത് ഫോളൻ നേച്ചറിലാണ് നമ്മുടെ ജഡം. ഈ ജഡം സ്വതം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടവരാ. പക്ഷേ ഈ ജഡത്തിൽ പാപം കടന്നു വന്നപ്പോൾ ജഡം വീണുപോയി. നമ്മൾ അന്ന് പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്ന ജഡത്തിലാണ്.
അപ്പൊ ജഡത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ന്യൂമായുടെ മേൽ ക്ഷേമെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ ന്യൂമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തിൽ വ്യാപരിക്കുന്ന ദുർശക്തികളുടെ മേൽ ക്ഷേമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ മേൽ ഇന്ന് ജയമില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ശോഷിച്ചു പോകും. പിശാച് നമ്മുടെ മേൽ ജയമെടുക്കും. പിശാച് ജയമെടുക്കുകയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നത്? എനിക്ക് ജയം വേണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. എല്ലാ മണ്ഡലങ്ങളും എനിക്ക് ക്ഷേത്രം നടത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിയന്ത്രണം എൻ്റെ ശരീരത്തിനകത്ത് കർത്താവേ പകരണമേ എന്ന് വിശ്വാസം താല്പര്യപ്പെടുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. ഗലാത്യർക്ക് ലേഖനം 5:16 പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിക്കണം. ദൈവാത്മാവിനെ അനുസരിക്കണം പറയും. ദുരാത്മാവിനെ അനുസരിക്കുന്നവരല്ല നമ്മൾ. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവിൻ്റെ പോരുകളെ ഞങ്ങൾ യേശുവിനെ ശാസിക്കുന്നു. വിട്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും മണ്ഡലം എന്നെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറയാം, യേശുവിൻ്റെ നാമത്തിൽ അതിനെ വിട്ടുമാറാൻ കൽപ്പിക്കുക. പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ വ്യാപാരം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ പകരണ്ടവണ്ണം പകരപ്പെടുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും ഭയത്തിന്റെ ആത്മാവ് എന്നിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാ ജഡത്താൽ ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ആമേൻ. ജഡത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പോലും പറയുകയാണ്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുക. എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അപ്പോൾ അതിൻ്റെ മേൽ എനിക്ക് ജയമെടുക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ മേൽ ജയമെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ, പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ, ഹല്ലേലൂയ, പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമാധാന സന്തോഷം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ സാക്ഷിയായി മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഈ അവയവങ്ങൾ ആയിരിക്കുന്ന പ്രമാണത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. നമുക്കൊരു താല്പര്യം വേണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവം ഈ ദിവസങ്ങളിൽ ശക്തന്മാരും നല്ല ഭക്തന്മാരും വിശുദ്ധന്മാരും എന്നെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവിനാക്കി തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. ഭൗതിക മണ്ഡലത്തിലെ അവസ്ഥയ്ക്ക് മാറ്റം വരും. എൻ്റെ ആത്മീയ അവസ്ഥയ്ക്ക് മാറ്റം വരും. എൻ്റെ വ്യക്തിപരമായ അവസ്ഥകൾക്ക് മാറ്റം വരും. എൻ്റെ കുടുംബ ജീവിതത്തിനകത്തിന് മാറ്റം വരും. ഹല്ലേലൂയ. അവിടെ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അത് തമ്മിൽ പ്രതികൂലമാണ്. അവിടെ ജഡത്തിൻ്റെ അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ആത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഈ ജഡവുമായിട്ട് ഒരു പോരാട്ടം നടക്കുകയാണ്. അവിടെ ദൈവത്തിന് ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്കിത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പക്ഷേ അത് നടക്കുന്നില്ല. എന്നാൽ അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം പ്രാപിക്കുക മുൻകൂട്ടി. അപ്പോൾ ഇതെല്ലാം ജഡത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ മേൽ നമുക്കൊരു ജയം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ തരുവാൻ കഴിയും. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ ജഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടും. അപ്പോൾ നമുക്കൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. മോശയുടെ നിയമം മുഴുവൻ പാലിച്ചിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ല. ഈ മോശ നിയമം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനും ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും വേണ്ടിയാണ് മോശ കൽപ്പനകൾ എഴുതി. ഏകദേശം ബൈബിളിനകത്ത് മുഴുവൻ ഏറ്റവും കൂടിയ ചാപ്റ്ററുകൾ മോശ ന്യായപ്രമാണം എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് വരേക്കും ശാപത്തിന്റെ കീഴിൽ കിടന്ന ജനത്തെ വിടുവിക്കുവാൻ ന്യായപ്രമാണം എഴുതി കൊടുക്കുമ്പോൾ അതൊന്നും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞതില്ല.
അവസാനം പറഞ്ഞു, ഞങ്ങൾ സുല്ലിട്ടു, ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പുത്രനെ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ദൈവം അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തവൻ എൻ്റെ പുത്രൻ കാൽവയുടെ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ന്യായപ്രമാണം അനുസരിക്കുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ തൻ്റെ പുത്രൻ മുഖാന്തരം ഞാൻ നിങ്ങളുടെ മേലയക്കും. ന്യായപ്രമാണം അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ചാൽ ഈ ജഡത്തിന് എൻ്റെ മേൽ ക്ഷേമെടുക്കാൻ കഴിയത്തില്ലെന്ന് എത്ര തിരിച്ചറിയുന്നുണ്ട്. ജഡത്തിൻ്റെ ശക്തി മേലേക്ക് ക്ഷേമെന്ന് എത്ര തിരിച്ചറിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ആമേൻ. ഒരു വിശ്വാസി, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, വിശ്വാസത്തിൽ വന്നതിന് ശേഷം പൈശാചികമായ ശക്തിക്ക് ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒരു തലം വരെ കഴിയുമെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. സ്തോത്രം. ലെഗിയോൻ ഭൂതമുള്ള ഏകദേശം 6000-7000 ദുരാത്മാവ് ഒരുവൻ്റെ ശരീരത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ട് അവന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ അവനെ കൊണ്ട് കിടത്തും. ശവക്കല്ലറയിൽ അവൻ ഉറങ്ങുന്നത്. അവന് ഭയങ്കര ശക്തിയാണ്. അവൻ്റെ കൈകളിലുള്ള ചങ്ങലകളെ ഉരുവി അതിനെ പൊട്ടിച്ച് നിലവിളിച്ചുകൊണ്ട് നടക്കുക. അവനെ നിയന്ത്രിക്കുന്നൊരു ശക്തിയാണ് മറ്റൊരാത്മാവ്. ആത്മാവ്, അതാണ് പൊസഷൻ ഓഫ് ദ സ്പിരിറ്റ്. അവൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ജീവിതത്തിൽ ഒരു തലത്തിലും എന്നെ നിയന്ത്രിക്കാൻ സമ്മതിക്കാതെ ഞാൻ ആഗ്രഹിക്കാത്ത തലങ്ങളിൽ എന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് ഈ ഭൂതലത്തിലുണ്ട്. അത് ലോകത്തിലെ സകലരെയും വഞ്ചിക്കുന്നൊരാത്മാവാണ്. സ്വതം ആ ദുരാത്മാവിൻ്റെ പിടിയിൽ നിന്നും അനേകർ രക്ഷപ്രാപിച്ച് ഈ വിശ്വാസത്തിൽ വന്നു. ഞാൻ പറയുന്ന ആത്മീയ മർമ്മമാണ്. സ്തോത്രം. അതിനകത്ത് വന്നു. ഇതിനകത്ത് വന്നതിന് ശേഷം ദൈവം നമ്മളെ ഇതിനൊക്കെ വിടുവിച്ചതിന് ശേഷം നമ്മുടെ ജഡത്തിൽ നമ്മൾ ഇതുവരെ ജഡത്തിൻ്റെ പാപശക്തികൾ നമ്മളെ മേൽ വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജഡത്തിൻ്റെ മേൽ ഈ ഒരു പൈശാചിക മണ്ഡലത്തിന് നമ്മുടെ മേലൊരു സ്വാധീനമുള്ളത് നമ്മുടെ ജഡത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരിലൂടെ കടന്നു വന്ന അനവധി പാപത്തിൻ്റെതായ സ്വാധീന വലയങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് മേലുണ്ട്. പക്ഷേ ആ ഒരു മണ്ഡലത്തിലൂടെ കടന്നു വന്നിട്ടാണ് ഒരുവനെ പൈശാചിക മണ്ഡലം ഞെരുക്കുന്നത്. ഈ ഞെരുക്കത്തിൽ നിന്നും എന്നെ വിടുവിക്കാൻ ദൈവം തന്നതാണ് പരിശുദ്ധാത്മാവ്. തിരിച്ചറിയുന്നു. ഇന്ന് കർത്താവിനെ പറയാൻ, കർത്താവേ ഹല്ലേലൂയ, അവനെ ഞെരുക്കാനുള്ള അവൻ അധികാരം പൈശാചിക മണ്ഡലത്തില്ല. സർപ്പങ്ങളുടെ മേൽ, തേളുകളുടെ മേൽ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ മേൽ പകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തേളുകളെ കുത്തുന്നത് പോലെ കുത്തുന്ന ചില വേദനിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷേമം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പാപത്തിൻ്റെ ശക്തിയുടെ മേൽ നമുക്ക് ക്ഷയമുണ്ട്. അപ്പോൾ ഈ പിശാച് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പിശാചുക്കളെ ഈ ഡെലിവറൻസ് മിനിസ്ട്രി ഉള്ളൊരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഒരുപാടൊന്നും ഡെലിവറൻസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഈ ഡെലിവറൻസ് കൊടുത്തു കഴിയുമ്പോൾ ഇവർ വീണ്ടും ഈ ചില പ്രത്യേകമായ പാപത്തിൻ്റെതായ സ്വാധീന വലയങ്ങൾ, ഈ പാപത്തിനകത്താണ് ഈ പിശാച് വസിക്കുന്നത്. ഒരുവൻ്റെ ജഡത്തിനകത്തുള്ള പാപത്തിൻ്റെ ശക്തിയിലാണ് ഇവൻ്റെ ശക്തി. അപ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ പാപത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അതിൻ്റെ മേൽ ക്ഷേമെടുത്താൽ ആ മണ്ഡലം ദൈവം ഒരു സ്വാതന്ത്ര്യം തരും, ദൈവം ഒരു വിടുതൽ തരും. അവിടെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ളത് ഇന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല, പൂർണ്ണമായിട്ട് നമുക്ക് അറിയത്തില്ല. എങ്കിലും സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ബുദ്ധിക്കാത്തല്ല, അതിനപ്പുറത്തുള്ളൊരു പ്രമാണം, നമ്മുടെ ബുദ്ധിയിലുള്ള പ്രമാണമല്ല, ആത്മാവിൻ്റെ പ്രമാണത്തിൽ നമ്മൾ പലതും അറിയേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കാനിടയാകും. ഹല്ലേലൂയ. ആദവും ഹവ്വയും ഇതുപോലൊരു ആത്മീയത നമുക്ക് ലോകത്തെ കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവർക്ക് യാതൊരു പാപവുമില്ലാത്തവരായിരുന്നു. പക്ഷേ പൈശാചിക മണ്ഡലം
അവർക്ക് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ 3 തലങ്ങളിൽ അവരെ പാപത്തിൻ്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുപോയി. അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ കീഴിലായി പോയത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പം ഇവൻ്റെ സ്വാധീനം വരുന്നത് നമുക്ക് എവിടെയെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ ആ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് എന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്യിക്കുമ്പോഴാണ് അവൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിന്മേൽ കടന്നു വരുന്നത്. പക്ഷെ അത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകാതെ എനിക്കൊരു ശക്തിയെ പകരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് കൃപയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ചിലതിനെ ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന പരിശുദ്ധാത്മാവാണ്. ഒരു ദൈവദാസൻ, ഞാൻ അതിനകത്ത് വിശ്വാസികൾ കൂടുതലും ആത്മീയമായിട്ട് അനേക വചനങ്ങൾ കേട്ടവരാണ് ഇതിനകത്ത് കൂടുതലും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആർക്കും ഒരു മടുപ്പായി തീരാതെ സ്തോത്രം പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചിലർ വിശ്വാസത്തിൽ നിന്ന് വീണ് പോകാനുള്ള കാരണം, വിശ്വാസം നിലനിൽക്കാതിരിക്കാനുള്ള കാരണം ഈ ഒരു മണ്ഡലത്തിൽ ജയമെടുക്കാൻ കഴിയാതിരിക്കുന്നുണ്ടാകും. ഒരിക്കലും ഒരു അറിയപ്പെടുന്ന ദൈവദാസനോട് ഒരു സഹോദരി പോയി പറഞ്ഞു, ശാസ്ത്രം എനിക്ക് ഇന്ന പ്രശ്നമാണ്. അദ്ദേഹത്തിന് ആത്മാവിൽ അദ്ദേഹം വിവേചിച്ച് പറഞ്ഞു, നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സ്വാധീനമുള്ളൊരു ശക്തിയുണ്ട്, ചിലർക്കത് വിവേചിക്കാൻ കഴിയും. അതിനെ നിങ്ങൾ ജയമെടുക്കാത്ത കാലം നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവരത് ഏറ്റെടുത്ത് അവർ സഭ വിട്ടു പോയി. അവർ പിന്നെ പോയിട്ടില്ല. പക്ഷേ ഇന്ന് അവരുടെ സ്തോത്രം ജീവിതത്തിൽ അവൻ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയാതെ വണ്ണം ഞെരുങ്ങുന്ന അനുഭവമാണ്. ചിലരെ എനിക്കറിയാം, അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരേത് ഏറ്റെടുക്കാൻ കഴിയാതെ അവരുടെ അഭിമാനത്തെ തൊടുന്നതാണെന്ന് വിചാരിച്ച് അവർ അത് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരു പരാജയപ്പെട്ട ആത്മീയ ജീവിതമായി തീരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് പിന്നീട് കടന്നു വരാം, ഒന്നിപ്പോൾ സമയം ഉണ്ടെങ്കിൽ. ഞാനിത് പറയാനുള്ള കാരണം, ഇതിനകത്തേക്ക് ഞാനും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടെ ആർക്കും ഈ ഒരു ശക്തിയിൽ നിന്നും നമുക്ക് സ്തോത്രം രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നുള്ളതല്ല. ഈ ഭൂമി ജീവിക്കുന്ന കാലം ഈ ഭൂമി പൈശാചികം, യേശു പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രിൻസ് ഓഫ് ദ സ്തോത്രം വേഴ്സസ് വേൾഡ്, അവനാണ് ഭരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് കൊണ്ട് ഇതിനകത്തിരിക്കുന്ന അവൻ ദൈവമക്കൾക്ക് ജയമുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു പൈശാചിക അവൻ ചില പാപത്തിൻ്റെ സ്വാധീന വലയങ്ങളായിരിക്കാം. ചിലത് അവരുടേതായ ചില വീക്ക്നെസ് ആയിരിക്കും. അത് പലപ്പോഴും അവർ അതിൻ്റെ മേൽ ക്ഷേമെടുക്കണമെന്ന് താല്പര്യമില്ലാതെ വരുമ്പോൾ അത് പിന്നെ അവരുടെ ശക്തി കേന്ദ്രമായി മാറുകയുള്ളൂ. മനസ്സിലായല്ലോ? പറയുന്നത് മനസ്സിലാവുന്നു? സ്വത്രം. അതൊരു ശക്തി കേന്ദ്രമായിരിക്കും. പക്ഷേ ഈ ശക്തി കേന്ദ്രത്തിൻ്റെ മേൽ ജയമെടുക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നത്. ആത്മാവിൻ്റെ നിറവ് നമ്മൾ പ്രാപിക്കുമ്പോഴും ആത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് തിരിച്ചറിയുമ്പോൾ ആണ് നമുക്ക് അതിൻ്റെ മേൽ ജയമെടുക്കാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവ് പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിപ്പിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ജഡം ശക്തിയുള്ളതാണോ? ജഡം ബലഹീന അല്ലേ? ആണല്ലോ. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ ദൈവം പകരും. ഹല്ലേലൂയ. യേശു പോലും പ്രാർത്ഥിച്ചതിൻ്റെ കാരണം ജഡത്തിൽ ജയമെടുക്കാൻ കഴിയില്ല എന്ന് യേശുവിനറിയാം. യേശു അതറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. യേശു രാത്രികാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിൻ്റെ മേൽ കടന്നു വരും. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിലാണ് ഇതിലൂടെയാണ് നമുക്ക് ജയമെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു യോർദാനിൽ മുങ്ങിപ്പൊങ്ങി
പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. ഞാൻ ചില ആത്മീയ സത്യങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക്. സ്തോത്രം. നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് സംഭവിക്കും, പക്ഷെ അതല്ല. ആമേൻ. ഈ ഒരു സത്യം ആത്മീയ സത്യമായതുകൊണ്ട് ഇത് നമുക്ക് വെളിപ്പെട്ടാൽ നമുക്ക് വിടുതലാണ്. യേശുക്രിസ്തു യോർദാനിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മ യേശുവിനെ ഹി ഡ്രോവ്. ഒരു ശക്തി വരുമ്പോൾ ഏത് ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ മോർ വ്യാപരിക്കുന്നത് കൂടുതൽ? എൻ്റെ ജഡത്തിൻ്റെ ശക്തിയാണെങ്കിൽ ഈ ഞായറാഴ്ച ദിവസം ഞാനൊന്ന് വിട്ടുപോകുമ്പോൾ അകത്തളങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറയുമ്പോഴാണ് ജഡം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ശരിയാണോ സാർ? പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകുമെങ്കിൽ നമുക്ക് ജയമുണ്ടെന്ന്. ഹല്ലേലൂയ. ആ ജയം പ്രാപിക്കണമെങ്കിൽ ഒരു ഞായറാഴ്ച കൂട്ടായ്മ കൊണ്ട് പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു ഞായറാഴ്ച കൂട്ടായ്മ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് അനുഗ്രഹമായി പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ വന്നു പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഇതിനകത്തിരിക്കുന്ന ശക്തന്മാരായി തീരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഞാൻ പോയാലും നമ്മൾ ചെയ്യാൻ പറഞ്ഞാലും ഈ വചനം പോകരുത്. ഈ വചനം ജീവിതങ്ങളിൽ ക്രിയ ചെയ്താൽ ദൈവപ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. ഇതിനകത്തുള്ള ശക്തന്മാർ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. പൈശാചിന്റെ മേൽ ക്ഷേമെടുക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണോ? അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ദുഷ്ടാത്മസയോടുമാണ്. ഹല്ലേലൂയ. അതിന്റെ മേൽ നമുക്ക് ക്ഷയമെടുക്കണം. അതിന്മേൽ നമുക്ക് ക്ഷയമുണ്ട്. അനേകർ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. അനേകർ ഈ സുവിശേഷവുമായി മുന്നോട്ട് പോകട്ടെ. ചില അധികാരമുള്ള ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ഈ ദിവസം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ആമേൻ. വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വാസം. ഹല്ലേലൂയ. എൻ്റെ ജഡത്തിൻ്റെ ശക്തിയൊന്നുമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ബുദ്ധിയല്ല, അതിനപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവ് നമ്മുടെ ഉള്ളിൽ, കർത്താവ് യേശു ക്രിസ്തു യോർദാൻ മുങ്ങിപ്പൊങ്ങി പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ യേശു നയിക്കുന്നല്ലേ. അതുവരെ പരിശുദ്ധാത്മാവിനെ ഒന്നായിട്ട് പറയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിനാണ് ജനിച്ചത് ഇല്ലേ? സ്തോത്രം. യേശു ജനിച്ചായിരുന്നു പരിശുദ്ധാത്മാവില്ലേ? ഹല്ലേലൂയ. ആരും ഉറങ്ങാതിരിക്കാൻ വേണ്ടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. പക്ഷെ അന്ന് വരെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ്, യേശുവിൻ്റെ മേൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത തലത്തിലേക്ക് ആത്മീയ ജീവിതത്തിലേക്ക് ദൈവം നയിക്കുന്നത്. അമേൻ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശുവിനെ നയിക്കുമ്പോൾ യേശു പോകുന്നത് ഗലീലിയ പട്ടണത്തിൽ പോയി പ്രസംഗിക്കുകയല്ല യേശു ചെയ്തത്. യേശുവിനെ പരിശുദ്ധാത്മാവ് നയിച്ച പ്രാർത്ഥനയിലേക്ക്. സ്തോത്രം. ജഡത്തിന്റെ ശക്തിയുടെ മേൽ ജയമെടുക്കുവാൻ 3 മണ്ഡലങ്ങളിൽ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. പുതിയ ആദാമായി വന്ന യേശുവിനെ 3 തലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു. അവൻ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം എന്നീ തലങ്ങളിൽ അവൻ lust of the eyes, lust of the flesh and the pride of life. 3 മണ്ഡലങ്ങളിൽ എവിടെ ആദാമും ഹവ്വായും ചതിക്കപ്പെട്ടോ വീട് പോയോ, അതേ മണ്ഡലത്തിൽ പുതിയ ആദാമായി വന്ന് യേശു ജയമെടുത്തു. ഹല്ലേലൂയ. ജയമെടുത്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ആമേൻ. വിശ്വസിക്കുന്ന കരം പിടിച്ച് കർത്താവ് സ്തോത്രം ചെയ്യുക. യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഒരു ദൈവാത്മാവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ജയമെടുത്തത് പരിശുദ്ധാത്മാവിനാലാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്ത് പാപം ലവലേശമില്ല. പക്ഷെ പിശാച് പാപം അകത്ത് കയറ്റാൻ വേണ്ടി പാപത്തിൻ്റെതായ ചിന്തകളും പാപത്തിൻ്റെതായ സ്വാധീനങ്ങളും യേശുവിന് മുമ്പിൽ കൊണ്ട് കൊടുത്തു. യേശു പരിശുദ്ധാത്മാവിനാൽ ജയമെടുത്തു. അല്ലേ? ജയമുണ്ടോ? ജയമുണ്ട്. നമ്മൾ ജയമെടുക്കുന്നു. വിശ്വസിക്കുകയാണെങ്കിൽ വിൽ ബി വിക്ടോറിയസ്. You will be a victorious person in the spiritual life. God will use you in the name of Jesus. Hallelujah. Karigud. Sodam, sodam. Hallelujah. Sodam, 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 sodam. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. ആമേൻ. മരണത്തിന്റെ ജയമെടുത്തവനെ വിശ്വസിക്കുന്നത്. അവസാനത്തെ ശത്രുവായ മരണത്തെ യേശു കീഴടക്കി.
പിന്നെയുള്ള ശത്രു പാപമാണ്. സ്വന്തം പിശാച് 3 കാര്യങ്ങൾ നമുക്ക് പോരാട്ടമുള്ളത്. ഒന്ന് പിശാച, സ്വന്തം പിശാച് നമുക്ക് വിഷയമല്ല, സ്വന്തം പാപമാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. കാരണം പാപം എൻ്റെ ജഡത്ത് പ്രവർത്തിച്ചാലേ പിശാചിന് ഇതിനകത്ത് കയറിയിരിക്കാൻ പറ്റുള്ളൂ. പാപത്തിന് ജയമെടുത്താൽ പിശാച് ജയമുണ്ടോ? ഇല്ലെന്ന്. ആമേൻ. അപ്പോൾ ഈ പാപത്തിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ആത്മാവിന് ശക്തി വരണം. ആമേൻ. ആത്മാവിൻ്റെ ശക്തിയാൽ പാപ ജഡത്തിനെ ജയമെടുക്കാൻ കഴിയുമെന്ന് റോമർക്കെതിരെ 8-ാം അധ്യായം പറയുക. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവിടെ പ്രാർത്ഥനയിലേക്കാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് യേശു ക്രിസ്തു 40 ദിവസം. അപ്പം ഞാനൊരു വേറൊരു കാര്യം പറയാം. നമ്മൾ വിചാരിക്കുന്നൊരു അത്ര പെട്ടെന്നൊന്നും ജയമെടുക്കാൻ കഴിയുന്നൊരു മണ്ഡലമൊന്നുമല്ല ഇത്. സ്വന്തം വിചാരം ഒരു ഞായറാഴ്ച പോയി കൂട്ടായ കൂടി 3 ദിവസം ഉപവാസം ഇരുന്നാലേ തീരുകയാണ്. നിരന്തരമായി ഇതിനോട് പോരാടണം. ഇതിനെ ജയമെടുക്കണം. നമുക്കൊരു താല്പര്യം വേണം. ഉപവസിക്കാനും ഉപവസിക്കാൻ ശരീരത്തിൽ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാനെങ്കിൽ നമുക്ക് തയ്യാറാകും. ഹല്ലേലൂയ. നിരന്തരമായി ദൈവവുമായിട്ട് നിരന്തരമായ കൂട്ടുബന്ധത്തിലൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വിശ്വസിച്ചു, ദൈവം ഒരു അത്ഭുതമാക്കും. വിശ്വസിക്കാത്ത ദൈവമാക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഹല്ലേലൂയ. ഒരു ദൈവിക മഹത്വം, ദൈവിക പ്രവൃത്തി ജീവിതങ്ങളുടെ മേലുണ്ട്. അതിനെ മൂടി വയ്ക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരമുണ്ട്. അതിൻ്റെ മേൽ ദൈവസഭ ജയമെടുക്കണം. ദൈവസഭ മുന്നോട്ട് പോകണം. അതിരുകൾ വിശാലമാകണം. അനേകർ രക്ഷിക്കപ്പെടാൻ കുടുംബത്തിനകത്ത് കിടപ്പുണ്ട്. ദേശത്ത് അനേകരുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഒരു പാത്രമാക്കണമേ. എത്ര പ്രാർത്ഥിക്കും. എന്നെ കർത്താവേ, എൻ്റെ ഈ കൊച്ചാമി ചെറിയ ജീവിതത്തിൻ്റെ ചെറിയ ആയുസ്സിൽ കർത്താവ് ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുള്ള കൃപ ദൈവം എൻ്റെ മേൽ പകരണമേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പിന്നെ മരിച്ചു ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവാണ് എൻ്റെ മർത്യ ശരീരത്തിൽ വസിക്കുന്നത്. അതേ ആത്മാവിനാലാണ് അവൻ ജീവനെ പകരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം മടുപ്പ് കൊണ്ടിട്ട് ക്ഷീണമിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം കൊണ്ടിരുന്ന അനുഭവം ഉണ്ട് ആർക്കെങ്കിലും? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അതിൻ്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജഡമാതിനെ നിൽക്കുന്നത്. ജഡത്തിൻ്റെ മേൽ അവന് സ്വാധീനമുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. വചനം ധ്യാനിക്കാൻ വരുമ്പോൾ ഉറങ്ങാൻ സമ്മതിക്കും. ആമേൻ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം കൊണ്ടുവരും. ആമേൻ. പ്രാർത്ഥനാ ജീവിതത്തെ മുരടിപ്പിക്കും. ആത്മീയമായിട്ട് ആരാധനയിലേക്ക് കടന്നു വരാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം ഇതിനകത്ത് കടന്നു വന്നാൽ ദൈവമക്കൾക്ക് ജയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന മനസ്സിനെ പലപ്പോഴും തളർത്തുന്ന അനുഭവങ്ങളിലൂടെ ശത്രു നമ്മുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ ചില പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ചല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഹല്ലേലൂയ നമുക്ക് പലപ്പോഴും മടുപ്പ് കൊണ്ടുവരും. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവാണ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത്. അങ്ങനെ മറ്റൊരു ആത്മാവിനെ എൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റുമോ? ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങുമ്പോൾ ഒരു ആത്മാവ് ആക്റ്റീവാകാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ മടുത്തായിരിക്കും എന്ന്. പക്ഷേ നമ്മളൊന്ന് ദൈവത്തെ എന്തുകൊണ്ടാണ് ഈ പിശാച് സ്തുതിക്കാൻ സമ്മതിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ ആത്മീയ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലാണ്. നമ്മുടെ ആരാധനകൾ വായക തുറന്ന് ദൈവത്തെ ഒന്ന് പാട്ടുപാടി സ്തുതിക്കുക. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് തുടങ്ങുക. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടി ഞാൻ പറയുന്നത്. സ്വതന്ത്രം. അന്യഭാഷകളുള്ളവർ അന്യഭാഷയെ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന് കുറച്ച് കഴിയുമ്പം ജഡത്തിൽ നിന്നുള്ള പ്രാർത്ഥന മാറി ആത്മീയ പ്രാർത്ഥനയായി മാറും. സിസ്റ്ററെ പിടികിട്ടുന്നുള്ളത് സിസ്റ്ററിൻ്റെ ജീവിതത്തിന് ദൈവം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. സ്വതന്ത്രം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിനെ ചെയ്യും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഇന്ന് ആത്മാവിൻ്റെ ഒരു കൃപ, പ്രാർത്ഥനയുടെയും യാചനയുടെയും ആത്മാവിനെ ദൈവത്തിൻ്റെ മേൽ പകരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
In the name of Jesus Christ. In the name of Jesus Christ. കർത്താവ് പ്രാർത്ഥിച്ചുണർന്ന യേശു രാത്രികാലങ്ങളിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് അനേകം ഉറങ്ങുമ്പോൾ പത്രോസ് മാറിയിരുന്ന് ഉറങ്ങുമ്പോൾ യേശു പറഞ്ഞു, പത്രോസേ ഹല്ലേലൂയ, നീ എഴുന്നേറ്റ് 1 മണിക്കൂർ നീ പ്രാർത്ഥിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റിയത്, നീ വീണുപോകത്തില്ല എന്ന് പത്രോസ് പറഞ്ഞു. 1 മണിക്കൂർ നീ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. പിശാച് നിന്നെ പിടിക്കാൻ നിന്റെ പറയാനൊക്കെ, പക്ഷെ നീ അതിനെ ചെവിടക്കൊണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു ആത്മനിയോഗത്തോടെ മുന്നോട്ട് പോകുവാൻ, ആമേൻ, ഒരു ശിമയോൻ, ദൈവീ വാഗ്ദത്തം കിട്ടിയ ശിമയോനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ച് ഏകദേശം മരിക്കാറായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വസിച്ചു. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പൂജാതനാകാതെ നിന്റെ കണ്ണടയത്തില്ലെന്ന് ഒരു ആത്മനിയോഗം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി അദ്ദേഹം കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു പെട്ടെന്നൊരു സ്തോത്രം, നിന്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണങ്ങൾ ദേവാലയത്തിലുണ്ട്, നീ പോകും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നാടദേവ. പരിശുദ്ധാത്മാവ് ചിലരോട് ചിലത് ഇടപെടും. ഈ ദിവസങ്ങളിൽ ഒരു ആത്മനിയോഗത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നുണ്ട്. ജീവിതത്തിൻ്റെ മേൽ ഉടപല പല വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം പ്രാർത്ഥനക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനകൾക്കുള്ളിൽ സ്ഥാപിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകുക. ഒരു ആത്മനിയോഗമില്ലാതെ എൻ്റെ കാലിൻ്റെ 1 ഇഞ്ച് ഞാൻ മുന്നോട്ട് വെക്കത്തില്ല. ഒരു ആത്മനിയോഗമില്ലാതെ എൻ്റെ വായിക്കകത്തുന്ന ഒരു വാക്ക് ഞാൻ ആരോടും പറയത്തില്ലെന്ന് ഈ ദിവസം അത്ര തീരുമാനമാകും. നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർ വേണം. ദൈവത്തിന് ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരു ആത്മനിയോഗത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ഞായറാഴ്ച ദിവസം പോകാം. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ആളുകളാക്കി മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവങ്ങളിലേക്ക്. ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ 5:25 പറയുന്നത്, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനാലാണ് നമുക്ക് ലിവ് ചെയ്യാം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കാം. പക്ഷേ ആ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകാൻ ഇടയാകുന്നവരോടാണ് ദൈവാത്മാവ് ഇടപെടാൻ പോകുന്നത്. നമുക്കൊരു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ചിലരോട് ക്ഷമിക്കാനായിരിക്കും പറയുന്നത്, ചിലരോട് സംസാരിക്കാനായിരിക്കും പറയുന്നത്, ചിലത് ചെയ്യാതിരിക്കാനായിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. സ്വന്തം ദൈവവചനപ്രകാരം മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കത്തുള്ളൂ. നമുക്ക് ഈ ദിവസം ആ പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്യുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഒരു മാറ്റം വരുവാൻ, നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ സംസാരത്തിൽ മാറ്റം വരുവാൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുവാൻ, ആരോടെങ്കിലുമൊക്കെ സ്വന്തം നമ്മൾ കോപിക്കുന്നവരാണെങ്കിൽ ഈ ദിവസം അതിൻ്റെ മേൽ കഥാവ് ചെയ്യുന്നു. ചിലരോടൊക്കെ വെറുപ്പുള്ളവരുണ്ടെങ്കിൽ ആ വെറുപ്പിന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ള പലരും കണ്ടിട്ടുണ്ട്, അവർക്ക് പലരോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല. പക്ഷേ എനിക്ക് പലരോടുമുള്ള വെറുപ്പ് ആരാ മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. അവരോടൊക്കെ എനിക്കിന്ന് വളരെ സ്നേഹമാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് തന്ന കൃപയാണ്. പരിശുദ്ധാത്മാവ് നാം നയിക്കപ്പെടുമ്പോഴാണ് ദൈവം പലരുടെയും ശരീരം മനസ്സിനകത്തുള്ള മുറിവുകളെ കഥാവ് സൗഖ്യമാക്കുവാൻ ഇടയാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഈ ദിവസം നമ്മൾ പോലും അറിയാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തളങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങൾ, എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഴത്തോട് സംസാരിക്കും. ആഴത്തോട് ഇടപെടുന്ന പോലെ എൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ കൺട്രോളിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വ്യാപരിക്കും. അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഇംഗിതം വഹിക്കും. ഓ ഹല്ലേലൂയ. എത്ര പേർ പരിശുദ്ധാത്മാ നിയന്ത്രണത്തിനായിട്ടുണ്ട് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുങ്ങാവേ. ആത്മാവിനാൽ ഈ ദിവസങ്ങളിൽ എന്നെ നടത്തണേ. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ മാത്രമല്ല, ആത്മാവിൻ്റെ നടത്തുക ആ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി മാറുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് ഒരു വിഷയമാണ്. ഒരു പാട്ട് പാടി കഥാ മുഖത്തെപ്പെടുത്തി മടങ്ങിപ്പോ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. ഉപ്പത്തോളം പോരാ
നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ, നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. ഓ മുട്ടോളം പോരാ ശക്തി, ആരെയോളം പോരാ ശക്തി, പോരാ പോരാ മുട്ടോളം ശക്തി പോരാ പോരാ ഓരോ ആരെയോളം അതുകൊണ്ടൊന്നും പറ്റത്തില്ല. ഓ നിന്നിലല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിയിടട്ടെ, നിന്നിലല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിയിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. ഇൻപങ്ങൾ തേജിച്ചിടുവാൻ അഭിഷേകം ചെയ്തിടണേ. മായാലോക ഇമ്പങ്ങൾ എനിക്ക് വേണം, അതിനാ ശക്തി. മായാലോക ഇമ്പങ്ങൾ, മായാലോക ഇമ്പങ്ങൾ തേജിച്ചിടുവാൻ എന്നിൽ അഭിഷേകം ചെയ്യണമേ. മുട്ടോളം പോരാ ശക്തി ശക്തി, ആരെയോളം പോരാ ശക്തി ശക്തി. ഓ മുട്ടോളം പോരാ ശക്തി, പോരാ ആഗ്രഹിക്കുന്നവർ പറ പറ ശക്തി പോരാ. ഓ നിന്നിലല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ഓ നിന്നിലല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ ഞാൻ. ഓ I should decrease, you increase. എന്റെ യേശു വളരട്ടെ, ഞാനോ കുറയണമേ. അടുക്കപ്പെടാൻ ഒരുക്കണമേ, കാന്തൻ മരവിൽ എടുക്കപ്പെടാൻ ഒരു ശക്തിയാലനുദിനം ഒരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തരായി അന്ത്യത്തോളം ഓടണം, വീണ് പോകാതെ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. അന്ത്യത്തോളം വിശ്വസ്തരായി തിരുപാതയിൽ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ, ഓ ഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നിന്നിലല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ നിന്നിലല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ Yes, that's what needed. ദിനം തുണി ജളം ധരിക്കണം, യേശു വളരണം, യേശു വെളിപ്പെടണം. കുറയണമേ, ദിനം തോറും നീ എന്നിൽ വളരണം. യേശുവിന്റെ സായിലേക്ക് കുറയണമേ, ദിനം തോറും നീ എന്നിൽ വളരണമേ.
blowing again. Just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, the wind is blowing again. The blind are seeing 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 again. Just like the day of Pentecost, the blind are seeing again. Just like the day of Pentecost, the blind are seeing again. The deaf are hearing again. Oh, deaf are hearing again. Oh, deaf are hearing again. Oh, deaf are hearing again. Just like the day of Pentecost, the deaf are hearing again. Just like the day of Pentecost, the deaf are hearing again. The lame are walking 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 again. Just like the day of Pentecost, the lame are walking again. Just like the day of Pentecost, the lame are walking again. The wind is blowing again. The wind is blowing again. Oh, wind is blowing again. The wind is blowing again. Just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, wind is blowing again. ഹല്ലേലൂയ. കർത്താവ് തിരുവചനം പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇന്ന് നമ്മൾ കർത്താവിനെ കാണുന്നത് ആമേൻ നമ്മൾ ഏറലാണ്. ന്യൂമയായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനെയാണ് ആ ശബ്ദം കേൾക്കുമ്പം ഇവിടുന്ന് പോകാൻ പോകുന്നത്. സ്തോത്രം. കർത്താവിന് ഗംഭീരനാദമുണ്ട്, പ്രധാന ദൂതൻ്റെ ശബ്ദമുണ്ട്. കർത്താവിൻ്റെ ഗംഭീരനാഥം ഇവിടെ കയറി വരാനുള്ള വിളിയാണ്. ആ വിളിയേക്കും ദൈവസഭ ഇവിടെ എടുക്കപ്പെടും. അവൻ ആ വായുവിലേക്ക് എടുക്കപ്പെടും, ആ ന്യൂമായിലേക്ക് എടുക്കപ്പെടും. ആ ഒരു വായുവിൽ മേഘങ്ങൾ കർത്താവിനോടുകൂടി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ആത്മാവിന് സഞ്ചരിക്കുന്നവരെ ആത്മാവിനകത്ത് നേർത്തുകൊണ്ട് പോകുന്നൊരു ദിവസമുണ്ട്. ഈ ജഡശരീരത്തിന് മാറ്റം വരും, ഈ പാപശരീരത്തിന് മാറ്റം വരും. തേജസ്സുള്ളൊരു ശരീരം എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് ആമേൻ വിശ്വസിക്കുന്നവർ നമുക്ക് ദൈവത്തിന് സ്തോത്രം. ആ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ ആമേൻ നമുക്കൊരു മാറ്റം വരും. ആമേൻ ആ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം. ദൈവഹിതം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ആമേൻ ശ്രീഹംബർ പ്രാർത്ഥന ചോദിച്ചിട്ട് പ്രിയദാസൻ്റെ ആ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുന്നതായിട്ട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യാം. രോഗത്തോടെ വന്നിട്ട് കർത്താവ് രോഗങ്ങളെ സൗഖ്യമാക്കുന്നതിന് കർത്താവ് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അറിയാൻ തക്കോണം. ഓരോരുത്തരും ജീവിതത്തിൽ ഇടയാകട്ടെ. ജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെല്ലാവരും വഴി നടത്തുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മാസം ഒരാഴ്ച കർത്താവ് നമുക്ക് നൽകുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. അതല്ലെങ്കിൽ വാനമേഘങ്ങളിൽ കർത്താവിനോടുകൂടെ നമുക്ക് ആയിരിക്കാൻ ഇടയാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച മെപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ശക്തിയും നമ്മളെല്ലോടും കൂടെ കർത്താവിൻ്റെ വരവരേക്ക് ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവിന്റെ സമാധാനം എല്ലാവരും കൂടി ഇരിക്കുമാറാട്ടെ. മാരാനാഥ. ശാലോം.